ും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു മനുഷ്യനിക്ക് വേണ്ടത്, അതൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഓതാൻ പറഞ്ഞത്. മഹാന്മാരായ സൂഫിയാക്കളൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഖൽബ് നന്നാവണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു മരുന്നാണെന്ത് പരിശുദ്ധ ഖുർആൻ ഓതൽ. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മാന. മഹാനായിരിക്കുന്ന സെൻഡി മഖ്ദൂം തങ്ങൾ അദ്കിയയിൽ പറയാണ്, ഹൃദയത്തിൻ്റെ മരുന്ന് 5 എണ്ണമാണ്. അതിലാദ്യമായിട്ട് മഹാനവറുകൾ പറഞ്ഞത് ഫതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. എങ്ങനെ? ബിതദബ്ബുരിൽ മാന, അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുക. സുഫിയാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇനി ഒരാൾക്ക് പരിശുദ്ധ ഖുർആന്റെ മാനകൾ അറിയില്ലെങ്കിലും അറിയാതെ ഒരാൾക്ക് ഇനി പരിശുദ്ധ ഖുർആന്റെ മാനകൾ വ്യക്തമായിട്ട് അറിയുന്നില്ലെങ്കിൽ അറിയാതെ ഓതിയാലും ഈ ഫലം ലഭിക്കും. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ എന്താ പറയേണ്ടത്? ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, നമുക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് അത് പഠിക്കാൻ തയ്യാറാകുക, അത് കൃത്യമായിട്ട് ഓടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എനിക്കൊക്കെ അറിയാൻ കഴിഞ്ഞു. നമ്മളെ കുറ്റം പറയില്ല കേട്ടോ. പിന്നെ നമ്മൾ SKSSFൻ്റെ ആളുകൾ തന്നെ, ഇതിൻ്റെയൊക്കെ തലപ്പത്തിലുള്ള ആളുകൾ തന്നെ കൃത്യമായിട്ട് നിസ്കരിക്കുന്നില്ല എന്നറിയാൻ കഴിയും. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ, എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ പറയാണ്, ജോലിയാണ്, ജോലി കാരണം എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ജോലി ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു ജോലി ചെയ്യാൻ പറഞ്ഞത് എപ്പോഴാണ്? നമ്മളാകെ അള്ളാഹു സൃഷ്ടിച്ചത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യാനല്ലേ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ 5 വഖ്ത് നിസ്കാരം. ഇത് നിസ്കരിക്കാൻ, കൃത്യമായിട്ട് നിസ്കരിക്കാൻ സമയമില്ലാതിരിക്കാൻ പറ്റുമോ? വിവരമില്ലാത്തൊരാൾ പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ ബോധവാന്മാരാകണം. നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ശരിക്കത് ചെയ്യണം. അപ്പോൾ അഖിമിസ്സലാ, നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാ, നിസ്കാരമാണ് മനുഷ്യരെ തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്തുക. ഇവിടെ ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്, ഇനിയും നിസ്കാരം തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിലും ഒരാൾ കൃത്യമായിട്ടും 5 വഖ്ത് നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ടും അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അവൻ്റെ നിസ്കാരത്തിന് ഇഖ്ലാസ് ഉണ്ടാവില്ല, അവൻ്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. നിസ്കാരങ്ങളും ഇബാദത്തുകളൊക്കെ സ്വീകരിക്കാനുള്ള ഒരു ഷർത്ത് എന്താ? ഇഖ്ലാസ് വേണം. അപ്പോൾ എന്നോടും നിങ്ങളോടും എല്ലാവരോടും നമ്മൾ ചർച്ച ചെയ്യാണല്ലോ, കൂട്ടമായിട്ട് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അത് അർത്ഥം അറിയാത്തവരത് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. എന്നിട്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നിർബന്ധമായ എല്ലാ ഇബാദത്തുകളും, അതിനു പുറമെ കഴിയുന്നത്ര സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മെ അവൻ്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് അള്ളാഹു അവരുടെ ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലാക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, അതുപോലെ തന്നെ നമ്മുടെ സമസ്തയിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പുറങ്ങ് വിദ്യ മുസ്ലിയാർ മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും. ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ സൈബർ സുരക്ഷ എന്ന വളരെ അനിവാര്യമായ
വിഷയത്തെക്കുറിച്ചുള്ള ഈ പഠനവേദിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സവാദ് വാഫി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉമർദാനിമി ഉസ്താദ്, മേഖലാ സെക്രട്ടറി ഹാരിസ്, യൂണിറ്റ് പ്രസിഡന്റ് യൂസഫ്, CMC കമ്മിറ്റി അംഗം ഷക്കീർ കുന്നിക്കൽ തുടങ്ങി ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട SKSF-ൻ്റെയും SBV-യുടെയും കർമ്മോത്സവരായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും നമ്മുടെ ചർച്ചകളും അവൻ സ്വീകരിക്കുന്ന ഒരു സൽക്രമമായി, നമ്മുടെ ജീവിതത്തിനെ ഒരു പരിവർത്തനമായി, ഒരു മാറ്റമായി അല്ലാഹു തീർക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സുദീർഘമായ ഒരു അധ്യക്ഷ ഭാഷണം ഈ സമയത്ത് അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മൾ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വളരെ പ്രസക്തമായ അവതരണമാണ്. അല്ലാഹു കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അതിൽ വരുന്ന അപകടങ്ങൾ, എന്ത് അപകടങ്ങളാണ് നമ്മുടെ സ്വന്തം ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഉള്ളതെങ്കിൽ അതിനൊരു മാറ്റം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മടക്കമായിരിക്കണം ഈ മദ്രസ ഹാളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. സൈബർ സുരക്ഷ എന്ന് പറയുന്നത് സൈബർ ഇൻ്റർനെറ്റിൻ്റെയും ഡിജിറ്റൽ വിവരവിനിമയത്തിൻ്റെയും കേവലം ഒരു സാങ്കല്പിക ലോകത്തെയാണ് നമ്മൾ സൈബർ ലോകം എന്ന് വിളിക്കുന്നത്. കേവലം ഒരു സാങ്കല്പികം മാത്രമാണ്. എന്നാൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തെയും വെള്ളത്തെയും പോലെ ഒഴിവാക്കാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു സംവിധാനമായി സൈബർ മാറിയിരിക്കുകയാണ്. ഒരുപാട് ഉപകാരങ്ങൾ, എന്നാൽ പരിശുദ്ധ ഖുർആൻ മദ്യത്തെ പരിചയപ്പെടുത്തിയതുപോലെ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. മദ്യം, അതിൽ ചെറിയ ഉപകാരങ്ങളുണ്ട്. ചെറിയ ഉപകാരങ്ങൾ, കച്ചവടം ചെയ്യുമ്പോൾ ലാഭമുണ്ടാകും, അല്ലെങ്കിൽ അത് കുടിക്കുമ്പോൾ കുടിക്കുന്നവർക്ക് മാനസികമായൊരു ആശ്വാസം ലഭിച്ചേക്കാം. എന്നാൽ അതിലെ ഉപദ്രവം അക്ബറു മിൻ നഫ്ഇഹിമാ, അതിൻ്റെ ഉപകാരത്തേക്കാൾ വലുതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പോലെയാണ് സൈബർ ലോകത്തിൻ്റെയും അവസ്ഥ. ഒരുപാട് ഉപകാരങ്ങൾ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കി ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്നുള്ളത് അസാധ്യമായ ഒന്നായി മാറിയ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സ്ഥിതിക്ക്, ജീവിതത്തിൻ്റെ ഭാഗം നിൽക്കുമ്പോഴും വലിയ വലിയ അപകടങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ദോഷങ്ങളായി പരിചയപ്പെടുത്തിയ ഏതൊക്കെ ദോഷങ്ങളുണ്ടോ, തെറ്റുകളുണ്ടോ, ആ തെറ്റുകുറ്റങ്ങളൊക്കെ സൈബർ ലോകത്തിലൂടെ, നമ്മുടെ വിരൽ തുമ്പിലൂടെ എല്ലാം മിനിറ്റുകൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ മൊബൈലും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയകളും മാറിയിരിക്കുകയാണ്. മദ്യപാനം,
വ്യഭിചാരം, മോഷണം, ഈബത്ത്, ഏഷണി, അതുപോലെ ചൂതുകളി, മയക്കുമരുന്ന് തുടങ്ങി അക്രമം, അങ്ങനെ ഏതെല്ലാം തെറ്റുകളാണോ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ വലിയ വൻകുറ്റങ്ങളായി പരിചയപ്പെടുത്തിയത്, ആ തെറ്റുകളെല്ലാം വെറും ഒരു വിരൽത്തുമ്പിൽ ഒതുക്കാവുന്ന, ചെയ്യാവുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങുന്നത് ചിലപ്പോൾ രാത്രി 1 മണിക്ക് അല്ലെങ്കിൽ രാത്രി 2 മണിക്ക് മൊബൈൽ പിടിച്ച അതേ അവസ്ഥയിൽ തന്നെ കിടന്നുറങ്ങുകയും അതേ അവസ്ഥയിൽ യാതൊരു ബോധവുമില്ലാതെ പകല് 10 മണിക്കും 11 മണിക്കുമൊക്കെ യാതൊരു ബോധവുമില്ലാതെ ഉണർന്ന് ഭക്ഷണം കഴിച്ച് അതേ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് തന്നെ മൊബൈൽ പിടിച്ച് വീണ്ടും കിടന്നുറങ്ങി നമ്മുടെ ലോകത്ത് നടക്കുന്ന മുഴുവൻ അക്രമങ്ങളും അരാജകത്വങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലൂടെ കാണുകയും കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ കൃത്യമായി കരുതലോടെ ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ ഈ യുവത്വത്തെ ഉത്ബുദ്ധരാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF-ൻ്റെ സംസ്ഥാന നേതൃത്വം നമ്മുടെ കേരളത്തിലെ ഓരോ ശാഖാ കമ്മിറ്റികളോടും അവിടുത്തെ ചെറുപ്പക്കാരെ, വഴിതെറ്റുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഈ ഒരു ക്യാമ്പയിൻ ഈ മാസത്തിൽ ആചരിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് SKSSF തെക്കേത്തേക്കാട് യൂണിറ്റ് കമ്മിറ്റി ഇത്രയും ഒരു മനോഹരമായ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് മൊബൈൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഒരുപക്ഷെ 80% തെറ്റുകളിൽ നിന്ന് 90% തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധ്യമാകുന്ന ഒരു ഇടം ഈ സോഷ്യൽ മീഡിയ ഒഴിവാക്കൽ കൊണ്ട് നമുക്ക് സാധ്യമാകും. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഫാ ബിൽ മർഇ കസിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കഫാ ബിൽ മർഇ, മനുഷ്യന്റെ മതി, കസിബൻ കളവിനാൽ, അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതെല്ലാം സംസാരിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യന് ഉണ്ടായാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സംവിധാനത്തിലൂടെ ലോകത്ത് നടക്കുന്നതും നടക്കാത്തതുമായ എത്രയോ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മൾ സത്യമായി വിശ്വസിക്കുന്നു. പക്ഷേ അത് സത്യത്തിൽ സത്യമല്ലാത്ത അസത്യമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേൾവിയുടെ നമ്മൾ ഹറാമ് സ്വന്തം ജീവിതത്തിലൂടെ ചെയ്യുകയാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പഠന ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് നിദാനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം പഠിക്കണം. സലാം പറയുമ്പോൾ ഒന്നുകൂടി കൂട്ടി പറയണമെന്നുണ്ടോ? മടക്കുമ്പോഴേ ഒരാൾ നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അല്ലെങ്കിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. നല്ലതല്ലേ? നല്ലതല്ലേ? എന്ന് പറയും, നിങ്ങളോടാണ് എന്ന് പറയും. നല്ലതല്ലേ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സക്കീർക്ക, അതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസയുടെ സദർ ഉസ്താദ് ഉമർ ദാരിമി, അതുപോലെ ഈ റേഞ്ചിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് റഹ്മാനി ഉസ്താദ്,
അതുപോലെ തന്നെ റഷീദ് ഈ മദ്രസയുടെ പ്രസിഡന്റ് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഹാരിസ് ക, യൂസുഫ് ക, എല്ലാവരും പേര് പറയട്ടോ, ആർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളീ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യാന്ത്യം വരെ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇപ്പോൾ സഫർ മാസമാണ് അല്ലേ? സഫറല്ലേ ഇത്? അല്ലേ? സഫറല്ലേ? ഇനി അടുത്ത മാസം ഏതാണ്? അറബി മാസപ്രകാരം സഫർ കഴിഞ്ഞാൽ അത് പറയുന്നില്ലേ? അവിടെ ഇരിക്കണ്ട ദോഷമൊക്കെ എന്താണ്? ഏതാണ് അടുത്ത മാസം? മുഹറം കഴിഞ്ഞാൽ സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ അല്ലേ? അത് കഴിഞ്ഞാൽ റബീഉൽ ആഖിർ അല്ലേ? പിന്നെയോ ജുമാദുൽ ഊല അല്ലേ? അങ്ങനെ പോയിട്ടില്ലേ? 12 മാസം. അപ്പോൾ അടുത്ത മാസം ഏതാണ്? റബീഉൽ അവ്വലാണ്. ഒക്ടോബറാണെന്ന് നമുക്കറിയാം അടുത്ത മാസം. പക്ഷേ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന, പ്രത്യേകിച്ച് മദ്രസ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥ, നബിദിനത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ? വരാൻ പോകുമ്പോൾ ദഫ് പഠിക്കലും, നിങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അല്ലേ? പൂർവ്വ വിദ്യാർത്ഥികളല്ലേ? അപ്പോൾ നമ്മളൊരു എൻ്റെ കൂടെ നിങ്ങൾ ചെല്ലണം കേട്ടോ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തിട്ട് നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഫലം നിങ്ങൾക്ക് വേണം. എന്താ പറ്റൂലേ? ഈ സദസ്സ് അതിനൊരു തുണയാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മളൊരു റസൂലിനെ പ്രകീർത്തിച്ചുകൊണ്ട് മദീനക്കാർ പാടിയ ഒരു പാട്ട് ചൊല്ലി നമ്മൾ ആരംഭിക്കേണ്ട. എന്താ പറ്റൂലേ? ഒന്നുകൂടി ചൊല്ലി വെക്കാം അല്ലേ? അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു ഭാഗത്തല്ല ഇരിക്കണം. കുറച്ച് നേരമായി നമ്മളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടല്ലേ? നമ്മളെ സ്കൂളിലൊക്കെ എന്തിനാണെന്നറിയോ 3/4 മണിക്കൂർ ഒരു പീരീഡ് ആക്കുന്നത്? എന്തിനാണെന്നറിയോ? എന്നിട്ട് വേറെ ടീച്ചർ വരും, അല്ലെങ്കിൽ വേറൊരു മാഷ് വരും. എന്തിനാണെന്നറിയോ? അപ്പോൾ ബോറടിക്കാതിരിക്കാൻ അല്ലേ? എപ്പോഴും കണക്ക് പീരീഡ് ആണെങ്കിൽ ആലോചിച്ചേക്ക്. എപ്പോഴും പി ടി പീരീഡ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ 3/4 മണിക്കൂർ ആക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം നമ്മളൊന്ന് എഴുന്നേറ്റ് നടക്കാനും, അല്ലെങ്കിൽ ഒന്നിങ്ങനെ ശരീരമൊക്കെ ഒന്ന് ഒരു രക്തചംക്രമണമൊക്കെ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരേ സമയം നമ്മൾ ഈ സൈബർ വിഷയവുമായി നമ്മൾ ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കത് ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ റിയാക്ട് ചെയ്യൂല. ഒരു അല്ലേ? ഉറക്കമൊക്കെ വരും. ചിലർ കോട്ടുവായൊക്കെ ഇടും. കോട്ടുവായി ഒരാളിട്ടാൽ എന്താണ് ഒരു പ്രത്യേകത അറിയുമെങ്കിൽ അതൊരു വൈറസ് പോലെ പടരും. 3 സെക്കൻഡ് കൊണ്ട് അടുത്ത ആളും കോട്ടുവായി എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു ശക്തി ഉണ്ട് എന്നുള്ളത്. നമ്മൾ അടുത്തിരിക്കുന്നവർക്ക്, അതായത് നമ്മൾ കൂട്ടുകാരനുമായി ബന്ധപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അൽ മർഉ മഅമൻ അഹബ്ബ എന്നൊക്കെയാണ്. അത് അന്ത്യനാളിലും സ്വർഗത്തിലെത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ല കൂട്ടുകാർ സ്വർഗത്തിൽ ഒന്നിക്കുന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ക്ലാസ് അതിനൊരു കാരണമാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു
മുഷിപ്പ് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്നിട്ട് മാറിയിരിക്കും. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങളുടെ സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. എവിടേക്കും ഇരിക്കുക. ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇതിൽ മൊബൈൽ ഉള്ളവരാരൊക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ? ഇപ്പോൾ മൊബൈലുള്ളവരാരൊക്കെ ഉണ്ട്? ഒന്ന് കൈ നോക്കിയാൽ ആരൊക്കെ ഉണ്ട്? ഒന്ന് പൊന്തിച്ചോളി, കൈ നോക്കിക്കോളി. വീട്ടിൽ മൊബൈലുള്ള, വീട്ടിൽ എൻ്റെ സ്വന്തമാണെന്ന് പറയാൻ പറ്റുന്ന, നേരത്തെ പൊക്കിയവരും പൊന്തിക്കണം കേട്ടോ, കൈ ഉയർത്തണം. വീട്ടിൽ മൊബൈലുണ്ട്, അത് എൻ്റെ സ്വന്തമാണ് എന്ന് പിന്നെ നമുക്ക് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈ പൊന്തിച്ചേട്ടെ. ഉയർത്തിക്കോളി, കൈ ഉയർത്തിക്കോളി. ആ, വീട്ടിൽ മൊബൈലുണ്ട്. ഉമ്മയുടെ അടുത്ത് മൊബൈലുണ്ട്, അതെനിക്കും പഠിക്കാനൊക്കെ തരലുണ്ട്. ഉപ്പയുടെ അടുത്ത് മൊബൈലുണ്ട്, അതെനിക്ക് പഠിക്കാൻ തരലുണ്ട്. ആ, എല്ലാവരും ഉണ്ടല്ലേ? ആരുമില്ലല്ലോ ഇല്ലാത്തവർ? ആ, നമ്മളൊക്കെ ഒരു ജയിലിലാണ്. എന്താണ്? ജയിലിലാണ്. ഫോണിന് എന്താ പറയല്? സെൽഫോൺ. എന്താ പറയല്? സെൽഫോൺ. CELL. എന്താണ് അതിൻ്റെ അർത്ഥം? സെല്ല് പറഞ്ഞാൽ എന്താ? ജയിൽ അല്ലേ? എന്താ അർത്ഥം? ജയിലിൽ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയില്ലേ? പുറത്തിറങ്ങാൻ സാധിക്കൂല, പുറത്തിറങ്ങാൻ സാധിക്കൂല. ജയിലിൽ അടക്കപ്പെട്ട ഒരു കുരുവി, ഒരു പക്ഷി പാട്ട് പാടുന്ന ഒരു പാട്ട് ഞങ്ങൾ പിന്നെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അറബി സാഹിത്യം പഠിക്കുന്ന സമയത്ത് ആ കുരുവി പാട്ട് പാടുകയാണ്. എന്താ അറിയോ? അൽഹബ്സു ലൈസ മദ്ഹബി വലൈസ ഫീഹി തറബി ഫലസ്തു അല്ലാഹ ഖഫസൻ വഇയകും മിൻ ദഹബി എന്നാണ് പാടുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ജയില് അല്ലെങ്കിൽ കൂട് എന്ന് പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പറന്നിങ്ങനെ നടക്കണം അല്ലേ? പറവകളാകുമ്പോൾ പറന്ന് നടക്കണം. ഖുർആൻ അതാ പറഞ്ഞത് അല്ലേ? ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നില്ലേ? അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ അല്ലേ? ഖുർആൻ പറയണം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ചില പക്ഷികളൊക്കെ ഇങ്ങനെ ഒരു വി ഷേപ്പിലൊക്കെ പറക്കണ കണ്ടിട്ടുണ്ടോ അല്ലേ? അതിനൊരു ലീഡർ ഉണ്ടാവും, അതിൽ നയിക്കാനൊരു ലീഡർ ഉണ്ടാവും. ആ ലീഡർ എങ്ങോട്ടാണോ പോണത് അതനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പക്ഷികൾ പോവുക അല്ലേ? റഹ്മാൻ ഖുർആൻ സൂറത്ത് മുൽക്കിലൂടെ പറയണം. അതിനെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവാണ്. അതിനെ പിടിച്ചു നിർത്തുന്ന ആരാണ്? അള്ളാഹുവാണ്. കുരുവി പാട്ട് പാടുകയാണ്. എനിക്ക് പിന്നെ ജയിൽ എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ കൂട് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതിലൊരു സന്തോഷമില്ല. അത് സ്വർണത്തിൻ്റെതാണെങ്കിലും ഞാനതിൽ പാർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കുരുവി പാടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതെ, നമ്മൾ കടന്നു വരികയാണ്. സെൽഫോൺ. എന്താണ്? സെൽഫോൺ. പക്ഷെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മൊബൈലിലൂടെ അല്ലേ? നമ്മുടെ ഒരു 6ാം ഇന്ദ്രിയത്തെ പോലെ നമ്മുടെ കൂടെ എപ്പോഴും. നിസ്കരിക്കുമ്പോഴും ഉണ്ടാകും, ബാത്റൂമിൽ പോകുമ്പോഴും ഉണ്ടാവും, നമ്മുടെ നടത്തത്തിലും ഉണ്ടാവും, നമ്മുടെ ഇരിപ്പിലും ഒക്കെ ഉണ്ടാവില്ലേ മൊബൈൽ അല്ലേ? ആ, MC ലൂക്ക എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അയാൾ പറയുന്നത് എന്താ അറിയോ? അയാളെന്താണ് പറയുന്നത് അറിയോ? ഒരു വാക്ക് പറയുന്നുണ്ട്. ടൈം ഹാസ് സീസ്ഡ്, സ്പേസ് ഹാസ് വാനിഷ്ഡ്, നൗ വി ആർ ലിവിങ് ഇൻ എ ഗ്ലോബൽ വില്ലേജ്, എ സിമിൾട്ടാനിയസ് ഹാപ്പനിങ്. അദ്ദേഹം പറയുന്നു, സമയമൊക്കെ സീസ്ഡ്, സമയമൊക്കെ അപ്രത്യക്ഷമായി പോയി. സ്പേസ് ഹാസ് വാനിഷ്ഡ്, നമ്മുടെ സ്ഥലവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കപ്പെട്ടു. നൗ വി ആർ ലിവിങ് ഇൻ എ ഗ്ലോബൽ വില്ലേജ്, നമ്മളൊരു ഗ്ലോബൽ വില്ലേജിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് പണി നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഒരു ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ വീട് പണി നടക്കുന്നുണ്ട് അല്ലേ? വീട് പണിയുമായി ബന്ധപ്പെട്ട 10ഓളം പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അതൊക്കെ നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയും, ഒരു പിന്നെ എൻജിനീയർ അടുത്ത് പോയിട്ട്
പ്ലാന് വന്നു. സ്ഥലമൊക്കെ റെഡിയായാൽ പിന്നെ എന്താണ് ശരിയാക്കേണ്ടത്? ആ വീടിനൊരു പ്ലാന് വേണ്ടേ? ആ പ്ലാൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ മദ്രസക്ക് ഒരു പ്ലാൻ ഉണ്ട്. സൈബറിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ വീടിന് ഒരു പ്ലാൻ, ഇപ്പോൾ ഈ മദ്രസക്ക് ഒരു പ്ലാൻ ഉണ്ടാവും അല്ലേ? ഇപ്പം ഇതിൻ്റെ മേലൊരു സ്മാർട്ട് ക്ലാസ് റൂമില്ലേ? ഒന്ന് പറയുങ്ങളേ. ഞാൻ ഈ മദ്രസ പല സ്ഥലത്തും ക്ലാസ് എടുക്കുമ്പോൾ ഉദാഹരണം പറയാറുണ്ട്. നിങ്ങൾക്കൊരു അഭിമാനമില്ലാതെ അല്ലേ? ആ തെക്കേ എന്താണ് ചൊവ്വല്ലൂർപ്പടി മദ്രസയിൽ ഒന്ന് പോയി നോക്കണം. ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കാൻ ഉസ്താദുമാർക്ക് അല്ലെങ്കിൽ ചില കമ്മിറ്റി ഭാരവാഹികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ നമ്മൾ ചൊവ്വല്ലൂർപ്പടി മദ്രസയിലേക്ക് ഒന്ന് പോയി നോക്കി. അല്ലെങ്കിൽ ആ ചാവക്കാട് ഭാഗത്ത് ഒരു മദ്രസ ഉണ്ട്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? ആ കേന്ദ്ര മദ്രസ ചാവക്കാട് കരുവാരക്കുണ്ട് മദ്രസയിലേക്ക് ഒന്ന് പോയി നോക്കി. അവിടുത്തെ സെറ്റപ്പൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. അതിൽ പെട്ട ഒരു മദ്രസയാണ് ഇത്. തൃശ്ശൂർ ജില്ലയിൽ ക്ലാസ് എടുക്കുമ്പോഴോ നമ്മളവിടെ അടുത്തുള്ള മദ്രസകളിലൊക്കെ ചൊവ്വല്ലൂർപ്പടിയൊക്കെ പോയി നോക്കി എന്ന് പറയാറുണ്ട് അല്ലേ? വളരെ സൂപ്പറായിട്ട് ഖുർആനൊക്കെ കേൾക്കാൻ പറ്റുന്ന സെറ്റപ്പില്ലേ മേലെ? നിങ്ങൾ ഉപയോഗപ്പെടുത്തലുണ്ടോ? ഉസ്താദിനൊക്കെ ഉമർദാരി ഉസ്താദിനൊക്കെ ഉപയോഗപ്പെടുത്തണുണ്ടോ ആ വിഷയത്തിൽ? അപ്പോൾ ഒരു പ്ലാൻ ഞാൻ ആരടുത്തുനിന്ന് വാങ്ങിയറിയോ? എഞ്ചിനീയർ അടുത്തുനിന്ന് വാങ്ങി. എന്നിട്ട് അതിൻ്റെ 3D വാങ്ങി. 3D പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല എലവേഷനൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നല്ല ഡിസൈനെങ്കിലൊക്കെ നിങ്ങൾ വീടുകൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഒന്ന് സഹകരിക്കും. കണ്ടിട്ടില്ലെങ്കിലും കണ്ടുകൊള്ളണമെന്നൊക്കെ പറയും. കണ്ടിട്ടില്ലേ? അപ്പോൾ അത് വാങ്ങി. എന്നിട്ട് ഞാൻ വളരെ രഹസ്യമായിട്ട് ഇത് വാങ്ങി. അതിന് 7,500 8,000 രൂപ ഉണ്ട്. അത് രഹസ്യമായിട്ട് വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ അത് എൻ്റെ ഭാര്യക്കും കുടുംബക്കാർക്കും ഇങ്ങനെ കാണിച്ചു. അതിലുണ്ട് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ്, വീട് പണിയൊക്കെ തുടങ്ങാൻ പോകല്ലേ, നല്ല ഉഷാറായിക്കണത്, ഞങ്ങളെ 3D ഒക്കെ വളരെ സൂപ്പറായിക്കണം എന്നോട് ഒരാൾ പറയണം. ഞാൻ മൂപ്പർക്ക് അറിയിച്ചിട്ട് തന്നെയല്ല, എൻ്റെ നാട്ടുകാരനാണ്. വീട് പണിയൊക്കെ തുടങ്ങാൻ പോകല്ലേ, ഉഷാർ. എൻ്റെ കുടുംബം പോലും അല്ലേ, ഉഷാറായിക്കണം. എങ്ങനെ അവനറിഞ്ഞു? അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹം അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? ഞാൻ പുറത്തു വിട്ടിട്ടില്ല. എൻ്റെ എൻജിനീയർ എന്ത് ചെയ്തു? ഒരു പരസ്യമായിട്ട് മൂപ്പരെ ഫേസ്ബുക്കിലിട്ടു. ആ പരസ്യം നേരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വിട്ടുതരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളറിയാതെ തന്നെ നമ്മളുടെ രഹസ്യങ്ങൾ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? വെറുതെ ചോദിച്ചതാണ്. അതങ്ങനെ തന്നെയാണ്. മോർണിംഗിൻ്റെ ക്ലാസ് എടുക്കുകയാണ്. അതങ്ങനെ തന്നെയാണ്. നമ്മളറിയാതെ പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പേര്, നമ്മളെ ജനനസ്ഥലം, നമ്മൾ ജനിച്ച തീയതി, നമ്മുടെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ഫേസ്ബുക്ക് കാണിക്കും ഇന്ന ആളുടെ ബർത്ത്ഡേ ടുഡേ. പിന്നെ ഒരു വിഷിങ്ങൊക്കെ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മളെ സുഹൃത്ത്, എടാ ഇന്നാളല്ലേ എൻ്റെ ബർത്ത്ഡേ ചിലവ് വേണം എന്ന് പറയുമ്പോഴാണ് ഈ പൂവനെന്നെ ഓർക്കുക, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എങ്ങനെയുണ്ട്? നമ്മുടെ ബർത്ത്ഡേ വേറൊരാൾക്ക് അറിയുമോ അല്ലേ? നമ്മളറിയാതെ കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രത്തോളം വിശാലാണ് സൈബർ ലോകം എന്നുള്ളത് അല്ലേ? അതാ പറഞ്ഞത്, നമ്മളൊരു ജയിലിലുമാണ്, എന്നാൽ നമ്മൾ വളരെ സുരക്ഷിതത്വത്തിലാണ്. പണ്ടൊക്കെ ക്യൂ നിന്ന് ബാങ്കിലൊക്കെ പോയിട്ട് പൈസ എടുക്കുകയും അല്ലേ, പൈസ കൊടുക്കുകയൊക്കെ വേണ്ടിയിരുന്നു അല്ലേ? ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ വന്നു. ഫെഡ് മൊബൈൽ വന്നു, ഗൂഗിൾ പേ വന്നു അല്ലേ, ഫോൺ പേ വന്നു. എത്ര സുരക്ഷിതമായിട്ടാണ് എത്തുന്നത്? അപ്പോൾ വലിയ സൗകര്യമല്ലേ? സൗകര്യമല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് എത്തിച്ചു എന്ന് എഴുതിയിട്ട് നമ്മൾക്ക് പ്രശ്നമാക്കേണ്ടതില്ല. എന്നാലും അധികം ആളുകൾക്കും നേരത്തെയൊക്കെ പോകണമെങ്കിൽ ഈ തൈക്കാട് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ ചൊവ്വല്ലൂർപ്പടിക്ക് എങ്ങനെ പോവുക? ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കേണ്ടിയിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. 500 മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിയുക.
1 കിലോമീറ്റർ കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയുക, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതായെത്തിക്കഴിഞ്ഞു. എത്ര സുതാര്യമാണ് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്. അതാണ് സൈബർ ലോകം. കൊറോണ കാരണം പഠനമൊന്നും ഇല്ലാതായി വന്ന സമയത്ത് ടീച്ചർമാർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് വളരെ നല്ല നീറ്റ് ഡ്രസ്സൊക്കെ, അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഡ്രസ്സ് അല്ലേ, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ മനോഹരമായ ഭാഷയിൽ അല്ലേ ചിരിച്ചിട്ടും കളിച്ചിട്ടൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ എങ്ങനെ നമ്മിലേക്ക് എത്തുന്നു? എവിടെയോ ഉള്ളൊരു ടീച്ചർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എവിടെയുള്ള ഒരു ഉസ്താദ്, ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, നമ്മുടെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന, ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഇർഷാദ് ഫൈസി അല്ലേ, ഞങ്ങളുടെ കൂടെയുള്ളൊരു സുഹൃത്താണ്, മുതരീബ് സുഹൃത്താണ്. അദ്ദേഹം ഒരു കഥ അദ്ദേഹത്തിനെ കുറിച്ച് വേറൊരാൾ പറയണ്ടേ. വേറെ പ്രഭാഷകനോടൊപ്പം, പ്രഭാഷകൻ്റെ പേര് സാലിം ഫൈസി ഉസ്താദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉസ്താദിൻ്റെ പ്രസംഗമൊക്കെ അല്ലേ, കേട്ടിട്ടില്ലേ? ഞങ്ങളവിടെ ഒന്ന് കേട്ട് വെക്കുന്നുണ്ടോ? കുടുംബപരമായ ക്ലാസ്സുകളൊക്കെ നല്ല ഉഷാറായിട്ട് ഉസ്താദ് എടുക്കുന്നുണ്ട്. സാലിം ഫൈസി നടിച്ചു കിട്ടാം. അദ്ദേഹം നല്ല പ്രഭാഷകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പോണ ആളാരാണ്? പറ, ഒന്ന് പറയുങ്ങളേ. എന്താണ്? ഇർഷാദ് ഫൈസി. ആ ഇർഷാദ് ഫൈസി ആണ് 1ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ മൂപ്പരിങ്ങനെ പോണ സമയത്ത് സാലിം ഫൈസി ഉസ്താദിൻ്റെ ഒപ്പം കൂടെ യാത്രക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് മെയിൻ ആരാണെന്ന് അറിയോ? യഥാർത്ഥത്തിൽ മെയിൻ ആരാണ്? സാലിം ഫൈസി ഉസ്താദാണ്. പക്ഷേ മെയിൻ ആക്കപ്പെടുന്നത് ആരാണ്? ഇർഷാദ് ഫൈസി. കാരണം എന്താ? എവിടെ ചെന്നാലും ശിഷ്യന്മാരാണ്. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾ ഉസ്താദ് മനസ്സിലായോ? അതൊക്കെ സൗകര്യം നമുക്ക് ഒരുപാട് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണും അതുപോലെ ലാപ്ടോപ്പും ടാബൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഒരുപാട് ദോഷങ്ങളും അതിൽ നിന്നുണ്ട് അല്ലേ. ഒരുപാട് ദോഷങ്ങളും മൊബൈൽ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ആ ദോഷങ്ങൾ തിരിച്ചറിയുകയും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ സുരക്ഷയ്ക്ക് എന്തൊക്കെയാണ് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യമൊക്കെ TV ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നല്ലേ. TV-യിൽ നിന്ന് മൊബൈലിലേക്കുള്ളൊരു മാറ്റം. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് TV ഒക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ. നമ്മൾ 29 വയസ്സായിട്ടുള്ളൂ. 1992 എൻ്റെ ജന്മദിനം. 1992 ഒക്ടോബർ 7 വലിയ കാലമൊന്നും ആയിട്ടില്ല. എന്നാലും 1992 ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരൊറ്റ വീട്ടിലാണ് TV ഉണ്ടാകുന്നത്. കോഴിത്തൊടി ഷബീറിൻ്റെ വീട്ടിൽ. ആരുടെ വീട്ടിൽ? കോഴിത്തൊടി ഷബീറിൻ്റെ വീട്ടിൽ. ആ പേര് പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയും. കോഴിത്തൊടി ഷബീറിൻ്റെ വീട്ടിലാണ് എന്തുണ്ടായിരുന്നത്? TV ഉണ്ടായിരുന്നത്. ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ 4 മണി ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ല വ്യത്യസ്തമായ പരിപാടികൾ. അപ്പോൾ എല്ലാവരും ആരെ വീട്ടിൽ? കോഴിത്തൊടി ഷബീറിൻ്റെ വീട്ടിൽ. ചിലവരൊക്കെ ജനലിലൊക്കെ ഇങ്ങനെ അണ്ടി പിടിച്ചിട്ട് കാണാനൊക്കെ അല്ലേ. 4 മണി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ TV കറണ്ടൊക്കെ പോയിട്ടാണ് ഓഫാകുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക. പിന്നെ അതിന് വേണ്ടി സലാത്തുമില്ല, കറണ്ട് വരാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ മാത്രമല്ല, എല്ലാവർക്കും TV കൊണ്ടുള്ള ഒരു ഉപകാരം എല്ലാവർക്കും ഒരേ സമയം കാണാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് മൊബൈലിലേക്കുള്ളൊരു മാറ്റം. ഒറ്റ ആൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, സ്വന്തമായിട്ടൊരു മുറിയിലിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഡിവൈസുകൾ മാറി എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? TV-യിൽ ഒരുപാട് ലൈറ്റുകൾ ഒരേ സമയം ഉണ്ടാകുമ്പോൾ മൊബൈലിലൊരു ഏത് ലൈറ്റാണ് അധികം കൂടുതലായിട്ട് കാണുന്നത്? ബ്ലൂ ലൈറ്റ് അല്ലേ. ബ്ലൂ ലൈറ്റ് അല്ലേ പറയുന്നത് അല്ലേ.
ഓണാക്കിയ ബ്ലൂ ലൈറ്റ് തന്നെ അധികമായിട്ട് വരുന്നത് അല്ലേ? ഹൈ കംഫർട്ട് ഉപയോഗിക്കുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഹൈ കംഫർട്ടിന് നമ്മൾ പിന്നെ കണ്ണിന് സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ചില മൊബൈലിലൊക്കെ ഉണ്ടാവും ഹൈ കംഫർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അവിടെ നിൽക്കി മഞ്ഞ നിറം അല്ലേ? അതൊരു ചെറിയ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാർഗമാണ് അല്ലേ? എന്നാൽ ടി വിയിൽ നിന്ന് വ്യത്യസ്തമായ കിരണങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണിന് വല്ലാതെ പ്രശ്നം വരില്ല. മാത്രമല്ല ടി വി കുറച്ച് അകലെയും കാണുന്ന ആൾ കുറച്ച് അകലെയാണ് ഇരിക്കുന്നത്, വല്ലാതെ ബുദ്ധിമുട്ട് വരില്ല അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഒന്നുകൂടെ നീച്ചെന്നാണ് ഞാൻ എപ്പോഴും ഉസ്താദുമാർക്ക് കാണിക്കാറുള്ള ഒരു എക്സസൈസ് ഉണ്ട് ചിലപ്പോഴൊക്കെ. ആ ഒരു എക്സസൈസാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന് നീച്ചെന്നാണ്. പിന്നെ വീട്ടിൽ നിന്നിട്ടൊക്കെ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. വീട്ടിൽ നിന്നിട്ടൊക്കെ വീട്ടിൽ നിന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കൂടുതലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് മദർസയിൽ സൈബർ സുരക്ഷാ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോയി വന്നേക്കാണ് പ്രശ്നം വന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടാകാതെ പിന്നെ നമ്മള് പിന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കും. ഇത് നമ്മുടെ ബുദ്ധിക്കൊക്കെ വികാസം ഉണ്ടാകാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. പഠിച്ചോളിട്ടോ. ഞാൻ ഒരു ചെറിയ എക്സസൈസാണ്. ഒരു ചെറിയ എക്സസൈസ്. രണ്ട് കൈയിലെ വിരല് ചൂണ്ട് വരും. ഈ വർഷം നിങ്ങൾ പിന്നെ ദൂരത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു അടുത്ത ആവശ്യം അടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ? സുരക്ഷാ ക്ലാസ്സാണ്. അതിനൊക്കെ ഈ രണ്ട് വിരലും നമ്മുടെ തലയുടെ മുകൾ ഭാഗത്തേക്ക് വെച്ച് അതൊന്ന് കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കും. ഇനി ഒന്നുകൂടി ദൂരത്ത് തട്ടണുണ്ടോ? രണ്ട് പേരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടോ? തട്ടണുണ്ടോ? അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധി കിട്ടുന്നതാണ്. ഒരുമിച്ച് കൂടില്ലേ? ആരൊക്കെയുണ്ട്? ഒരുമിച്ച് കൂടിയൊരു ആരൊക്കെയുണ്ട്? ഇത് കൈയൊപ്പിച്ചാണ്. നല്ല ബുദ്ധി ഉണ്ട് എന്നാണ് അർത്ഥം. ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ടല്ലേ? അപ്പോൾ ആ ഒരു എക്സസൈസ് വീട്ടിൽ നിന്നൊക്കെ ചെയ്തു നോക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങളെ സഹോദരിമാരോടൊക്കെ പറഞ്ഞു. പിന്നെയോ നമുക്കുണ്ടായ ഒരു പ്രശ്നം അല്ലേ, ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ ടി വി ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഒരേ സമയം കാണാൻ പറ്റുന്നുള്ള സൗകര്യമാണ് ഉണ്ടായത്. വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയുന്നത്, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ അല്ലേ? നമ്മളെ ചെറിയ അനിയന്മാരും അനിയത്തികളൊക്കെ ഉണ്ടാവും അല്ലേ? 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ ഫോൺ ഉപയോഗിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അറിയോ? നമ്മൾ ചിലപ്പോൾ ഉമ്മമാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, കുട്ടി കാർട്ടൂണല്ലേ കാണുന്നത്, അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നുള്ളതാണ്. കാരണം കാർട്ടൂണിൽ ഇങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ കേൾക്കണം അല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പിന്നെ കാര്യങ്ങളിങ്ങനെ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഉമ്മ എന്താ വിചാരിക്കുന്നത്, ഉപ്പ എന്താ വിചാരിക്കുന്നത്, കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷി പെട്ടെന്ന് കൂടി വരുമെന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അങ്ങനെ വളർന്നു വരുന്ന കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാകുന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരോട്, നമ്മളെ അനിയന്മാരോട്, അനിയത്തിമാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. പെട്ടെന്ന് എന്താ സ്പീച്ച് ഡിലേ പറഞ്ഞാൽ 2 വയസ്സ് മുതൽ 3 വയസ്സ്, 2 വയസ്സിന് ശേഷമൊക്കെ കുട്ടി ഇങ്ങനെ കൂടുതലായിട്ട് കളിക്കൊഞ്ചലും ഇങ്ങനെ സംസാരിച്ച് കുട്ടി ഉമ്മാനോടും ഉപ്പാനോടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലെ? കുട്ടികളെ വർത്താനം കേൾക്കാൻ നമുക്ക് തന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ കുട്ടി ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല. ഒരു ഭാഷ പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വേണമെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിനെ ചുരുക്കിയിട്ട് LSRW എന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്? എല്ലിനെ സൂചിപ്പിക്കുന്നത് ലിസണിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക
അല്ലേ? അത് മാത്രമേ ഈ കുട്ടിയിൽ നടക്കുന്നുള്ളൂ, കാണുക എന്ന് മാത്രം. വേറെന്തെങ്കിലും നടക്കുന്നുണ്ടോ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ? അല്ലേ? പിന്നെ വേറെ വേണ്ടതാണ് സ്പീക്കിംഗ്. സ്പീക്കിംഗ്. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ പറ, സംസാരിക്കുക അല്ലേ? പിന്നെ റീഡിങ്, വായിക്കുക. പിന്നെ റൈറ്റിംഗ്, എഴുതുക. ഈ 4 കാര്യങ്ങളാണ് ഒരു ഭാഷ പഠിക്കുമ്പോൾ ഒരാൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യുന്നു, ഈ കാലയളവിലെ കുട്ടി ലിസണിങ് മാത്രമാണ്, വേറൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്പീച്ച് ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സംസാരിക്കാൻ കുറച്ച് വൈകിപ്പോകും. എനിക്ക് 1.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. കുട്ടികളൊക്കെ നിങ്ങൾ പ്രത്യേകം കണ്ടില്ലേ, ഒരു കസായികൾ കയറ്റി പോലെ അവിടെ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ട, ഒരു ഓടിച്ചാടിയിട്ട് മണ്ടോ പിന്നെ ക്ലാസ് കൊണ്ട് തട്ടി മറിച്ച് അല്ലേ? നമ്മളെ വീട്ടിലെ ഫ്ലൈറ്റൊക്കെ എന്തെങ്കിലും കൊട്ടി വെക്കി, നമ്മൾ ഒച്ചൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കി അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കവർ കെട്ടിയതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഒന്ന് പരിശോധിച്ച്, ഒരു പുസ്തകം കെട്ടിക്കഴിഞ്ഞാൽ വലിച്ച് കീറി അല്ലേ? ഒരു പേന കിട്ടിക്കഴിഞ്ഞാൽ എന്താ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെക്കാൾ ഉപകാരം അവർക്കുണ്ടാവും അല്ലേ? അങ്ങനെയാണ്. കുട്ടികൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒതുങ്ങിയിരിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് 1.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഞാൻ ഓരോ മൊബൈൽ പരമാവധി ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും മൊബൈൽ കാണുമ്പോൾ വാവാവി എന്ന് പറയും. എന്താ വാവാവി അറിയണം? എന്താ അറിയും? ഒരു പാട്ടാണ്, മൊബൈലിലുള്ള ഒരു പാട്ട്. താറാവേ താറാവേ നീന്തി കളിക്കും താറാവേ, താറാവേ നീന്തി കളിക്കും താറാവേ, ആഴം നിറഞ്ഞ കുളത്തിൽ പോലും നീന്തി കളിക്കും താറാവേ, ആഴം നിറഞ്ഞ കുളത്തിൽ പോലും നീന്തി കളിക്കും താറാവേ എന്ന് പറഞ്ഞുള്ളൊരു പാട്ടിനാണ് വാവാവി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? വാവാവി എന്ന് പറയുന്നത്. ആ പാട്ടിന് കേട്ടാണ്ടായി അവിടെ അതുവരെ കളിച്ച് നടന്നിരുന്ന ആള് മൊബൈലിൽ പാട്ടാണ് വെച്ചു കൊടുത്താൽ അവിടെ നമ്മൾ വിചാരിക്കും ഇത് കുട്ടിയുടെ നല്ല സ്വഭാവത്തിന് കാരണമാകുന്ന ഒരു സ്വഭാവമാണ്. പാട്ട് വെച്ചു കൊടുത്താൽ നല്ലപോലെ ഇരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? കുട്ടിയുടെ മാനസികമായ വളർച്ചയെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. പഠനങ്ങളുടെ കണ്ടെത്തൽ അങ്ങനെയാണ്. കുട്ടിയുടെ മാനസികമായ ശാരീരികമായ വളർച്ചയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ തൊടാനേ പാടില്ല എന്നുള്ളതാണ്. കേൾക്കണ്ട നിങ്ങൾ? പണ്ടൊക്കെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് കളികൾ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ അല്ലേ? ഞങ്ങളൊക്കെ കളിച്ചിരുന്ന സമയത്ത് ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു അല്ലേ? ക്രിക്കറ്റ്, ഫുട്ബോള്, അതുപോലെ തന്നെ ചട്ടിപ്പന്ത്, കള്ളനും പോലീസും കളിക്കുക അല്ലേ? ഏറുപന്ത് കളിക്കുക, ഒരു കോട്ടിക്കളി കളിക്കുക. കോട്ടിക്കളി കളിച്ചിട്ട് എത്ര ആൾക്ക് അടിയിട്ടുണ്ടെന്ന് പറയും ഈ ഭാഗത്തൊക്കെ. എന്താണ്? അപ്പോ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ഞങ്ങളെ അടുത്ത് കുന്തിപ്പുഴ ഉണ്ട്. കുന്തിപ്പുഴ അറിയില്ലേ? കുന്തിപ്പുഴ എന്ന് കേട്ടിട്ടില്ലേ? ഭാരതപ്പുഴ, കുന്തിപ്പുഴ അല്ലേ? അങ്ങനെ ഒരു പുഴ. പുഴയുടെ പേരാണെന്ത്? കുന്തിപ്പുഴ. അതിൽ ഞങ്ങളിങ്ങനെ കളിച്ച് പിന്നെ നീന്തലൊക്കെ പഠിച്ച് അവിടെ ഉണ്ടൊരു പിന്നെ കുന്തിപ്പുഴ ഒഴുകുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എൻ്റെ നാട്ടുകാരനെ എഴുതുന്നുണ്ട്. ഒരു ആനക്കല്ലുണ്ട് അവിടെ, ആനക്കല്ല്. അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ ചാടി മീനൊക്കെ പിടിച്ച്, പിന്നെ കുറച്ച് ആൾക്കാരെ മീനൊക്കെ പിടിച്ച് പന്തൊക്കെ കൂടുന്ന അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് വളരെ രസകരമായ കളികൾ അല്ലേ? പിന്നെ ഒരു കുഴിയിൽ പിന്നെ ഒരു കോല് വെച്ചിട്ട് അതിങ്ങനെ അടിച്ചിട്ടൊക്കെ കളിച്ചിരുന്നു. പീത്തോണ്ടി എന്നാണ് പറയുന്നത്. അതിൻ്റെ പദപ്രയോഗങ്ങൾ, അതിൻ്റെ ഓരോരോ പദപ്രയോഗങ്ങൾ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. 1ക്ക് ചൊട്ട, 2ക്ക് കാള, 3ക്ക് ലൂക്കി, 4ക്ക് മൂക്ക, 5ക്ക് മഞ്ച, 6 കാന, 7 കൈസൻ, 8ക്ക് തന്നെ, 9ക്ക് കൈമുട്ട്, 10ക്ക് ചൊട്ട. ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു കളിച്ചിരുന്നത്. എന്നിട്ട് ഇങ്ങനെ അളക്കുക, അങ്ങനെയൊക്കെ വളരെ രസകരമായ നോമ്പിനടക്കം കളി. ചൊട്ടയും കോലി അങ്ങനെയൊക്കെ ഞങ്ങൾ കളിച്ചത്. വളരെ രസകരമായി അല്ലേ? ഇന്ന് അങ്ങനെയൊക്കെയുള്ള കളികൾ വിസ്മൃതിയിലാണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൊബൈൽ ഉപയോഗിക്കണം അല്ലേ?
അപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കണം അല്ലേ? പറയുങ്ങളൊന്ന് പറയും. പറയും. മൊബൈൽ ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കണം അല്ലേ? പറയും. നമ്മൾ പറയും. കാരണം വളർന്നു വരുന്ന ഒരു തലമുറയോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരൊക്കെ ഉത്തരം പറയണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓരോ ക്ലാസ്സിലിങ്ങനെ കുട്ടികളൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഞാൻ കണ്ടെത്താണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ക്ലാസ് പങ്കെടുത്ത സമയത്ത് ഒരു ഉസ്താദ് സംസ്ഥാനത്തെ കാര്യപ്പെട്ട ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു ഉസ്താദ് വിദേശത്ത് യാത്ര പോയതാണ്. വിദേശത്ത് യാത്ര പോയ മദ്രസകളൊക്കെ സന്ദർശിക്കാൻ, വിദേശത്ത് പറഞ്ഞാൽ ഗൾഫിൽ ഒരു കൺട്രിയിൽ പോയതാണ്. അങ്ങനെ പോയ സമയത്ത് ഒരു മദ്രസയിൽ എത്തിയപ്പോൾ ഒരു ഉസ്താദ് അവിടെ പഠിപ്പിക്കുന്ന ചെറിയ പ്രായമുള്ള ഒരു ഉസ്താദ്, ഇദ്ദേഹത്തിനാണെങ്കിൽ വയസ്സായിട്ട് താടിയൊക്കെ നരച്ചിട്ടുണ്ട്, മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ആ ഒരു ഉസ്താദിന് തോന്നിയ ഒരു കൗതുകകരമായ ഒരു ചോദ്യം വിദ്യാർത്ഥികളോട് ചോദിക്കാൻ വേണ്ടി നിന്നത് ഉസ്താദ് ചോദിച്ചു, എൻ്റെ മുടി നരക്കാനും ഈ ഉസ്താദ് ചെറിയ പ്രായം കുറഞ്ഞ ഉസ്താദിൻ്റെ മുടി കറുക്കാനും കാരണം എന്താണെന്ന് ഉസ്താദ് ചോദിച്ചു. എന്താ ചോദിച്ചത്? എൻ്റെ തലമുടിയും താടിയൊക്കെ നിരക്കാനും വെളുക്കാനും എൻ്റെ കൂടെയുള്ള ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ താടിയും അതുപോലെ തന്നെ മുടിയൊക്കെ കറുക്കാനും കാരണം എന്താണെന്ന് ചോദിച്ചു. ഓരോ കുട്ടികളും ഓരോ മറുപടി പറഞ്ഞത്രേ. അതിൽ ഒരു കുട്ടി നീച്ചുന്നിട്ട് പറഞ്ഞത്രേ, എന്താ കാരണം എന്ന് ചോദിച്ചേക്ക് ആ കുട്ടി നീച്ചുന്നിട്ട് പറയാത്ര, എന്താ അറിയോ, ഉസ്താദേ നിങ്ങൾ മരിക്കാനായിക്കണോ എന്നുള്ള തെളിവാണ്. നിങ്ങൾ മരിക്കാനായി ഉസ്താദാകാൻ എന്താ പറ്റും? ഇങ്ങനെ ഒരു മറുപടി തിരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു മറുപടി നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് സൗകര്യമാവുന്നുള്ളതാണ്, പേടിപ്പിക്കരുതെന്നുള്ളൂ. അപ്പോൾ ഉസ്താദ് വീണ്ടും ചോദിച്ചത്രേ, മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മരിച്ചു കഴിഞ്ഞാൽ ഉസ്താദെ ഖബർക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഉസ്താദ് നിങ്ങൾ നന്മ ചെയ്തിക്കണമെങ്കിൽ നന്മ പ്രതിഫലം കിട്ടും, തിന്മ ചെയ്തിക്കണമെങ്കിൽ തിന്മ പ്രതിഫലം കിട്ടും. ആ കുട്ടിയുടെ മറുപടി ഉസ്താദിന് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. അതാണ് നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നിന്ന് നമ്മുടെ വീടുകളിൽ തന്നെ പഠിക്കാനും ഓൺലൈനിലായി ക്ലാസ്സുകൾ വീക്ഷിക്കാനും തുടങ്ങി അല്ലേ? നിങ്ങൾ തന്നെ ഇതുവരെ പരിചയിച്ചിട്ടുണ്ടാവില്ല, അധ്യാപകരും വല്ലാതെ പരിചയിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഗൾഫിലൊക്കെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കൊന്നും വേണ്ട, ലൈബ്രറിയിൽ വിദ്യാർത്ഥികൾ ഇരുന്നിട്ട് പുസ്തകങ്ങളെല്ലാം നോക്കിയിട്ട് പഠിച്ചാൽ മതി, ബാക്കി ഓൺലൈൻ ക്ലാസ്സാണെന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ എന്തൊരു പുതുമയാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഒരു 50% പോലും ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് പഠനങ്ങൾ തെളിയിക്കുക. SSLCക്ക് എന്താണാവോ കുട്ടികളൊക്കെ ഒരുപാട് A+ കിട്ടി വിജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കൂട്ടുകാരനോട് പോലും അടുപ്പമില്ലാത്തൊരു ഒരു ജനറേഷൻ വരികയാണോ എന്ന് പേടിച്ചു പോവുകയാണ്. അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇരിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്. അത് പറയുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, അറിവ് എങ്ങനെയാണ് കിട്ടുന്നത്, ഒരു ആൾക്ക് അറിവ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വിവരിക്കുന്ന, എന്താണ് കൊച്ച പുല്ലുണ്ട്, എങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങൾക്കൊക്കെ ക്ലാസ് ബോറാവുണ്ടോ? ബോറായി തുടങ്ങുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ അടിച്ചാണ് നിർത്തുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, ആദ്യം ശ്രദ്ധ വേണമെന്ന്. എന്നാലേ എനിക്ക് ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കണ്ട കേട്ടോ. ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഇതൊരു അറിവ് കിട്ടും എന്നുള്ള രൂപത്തിൽ ഇരുന്നാൽ മതി. മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് ഇത് പരിഗണിക്കരുത്. അതിനെല്ലാം നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം SKSW തൈക്കാട് യൂണിറ്റ് സൈബർ സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് 2 മാസം നടത്തുന്ന ഒരു പരിപാടിയാണ്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് അല്ലേ? ആ ഫോട്ടോത്തിൽ ഇരിക്കുന്ന ആളാണ് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത്, ഉസ്താദാണ് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത്. പക്ഷെ ഞാനായി നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫോട്ടോത്തിൽ ഇരിക്കുന്ന ആൾ ഞാൻ വ്യത്യാസമല്ലേ അല്ലേ? കുട്ടികളറിയില്ല, എല്ലാം വ്യത്യാസമുണ്ട് അല്ലേ? ഞാൻ കുറച്ചൊക്കെ ക്ലാമർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സംസ്കൃത ശ്ലോകമുണ്ട്.
ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ദൂന്ന. എന്താ പറയുക? ഇത് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ, ഞാൻ മനസ്സിലാക്കി തരാം കേട്ടോ. നിങ്ങളൊക്കെ പിന്നെ ഇതിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ബാലരമയും പിന്നെ അതൊക്കെ വായിക്കുമ്പോൾ അല്ലേ, ഓം ഹ്രീം എന്നുള്ളത് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ, മായാവിയുടെ ഡയലോഗ് അല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ആചാര്യാൽ പാദമാദത്തെ, അതിൻ്റെ അർത്ഥം എന്നറിയോ? ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകരിൽ നിന്ന് 25% മാത്രമേ അറിവ് കിട്ടുള്ളൂ. മനസ്സിലായോ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ടീച്ചർ വന്നിട്ട് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മുടെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ ബാക്കി ശ്രമിക്കേണ്ടത് ആരാണ്? ബാക്കി ആരാ ശ്രമിക്കേണ്ടത്? നമ്മൾ വിദ്യാർത്ഥികളാണല്ലേ. പാദം ശിഷ്യസ്വമേധയ, വിദ്യാർത്ഥി ബാക്കി 25% കഠിനമായി രാത്രിയൊക്കെ പഠിച്ച് എഴുതി മനപ്പാടാക്കി അല്ലേ, അങ്ങനെയൊക്കെ പഠിച്ചെടുക്കേണ്ട പാഠങ്ങൾ അല്ലേ, അടുത്ത ദിവസം അധ്യാപകൻ അഥവാ ചോദിക്കുകയാണെങ്കിൽ പഠിച്ച് അങ്ങനെ ക്ലാസ്സിൽ പെർഫോം ചെയ്ത് വളരെ ഉഷാറായി. വിദ്യാർത്ഥിക്ക് അധ്യാപകന് ടാലൻ്റ് ആണ്, പെർഫെക്റ്റ് ഓക്കെയാണ്, 5 സ്റ്റാർ ഒക്കെ കൊടുത്ത് അല്ലേ, അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ഒരു അല്ലേ ഒരു സ്പിരിറ്റ് ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോൾ 25% ആര് റിസ്ക് എടുത്ത് പഠിക്കേണ്ടതാണ്? വിദ്യാർത്ഥി റിസ്ക് എടുത്ത് പഠിക്കേണ്ടതാണ്. പിന്നെയോ പാദം സബ്രഹ്മചാരിഭ്യ അല്ലേ, ബാക്കി ഒരു 25% കൂട്ടുകാരെടുത്തുനിന്ന് പഠിക്കേണ്ടതാണ്. അല്ലേ, കൂട്ടുകാർ നമ്മളൊപ്പം ഇരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു ദിവസം ഛർദിയാണ് അല്ലെങ്കിൽ പനിയാണ് എന്ന് പറയുമ്പോൾ, ടീച്ചർ ഇവന് പനിയാണ്, ഞാൻ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവനും പിന്നെ എന്ത് ചെയ്യാണ്, ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരവസ്ഥ അല്ലേ. നല്ല സുഖമല്ലേ? അങ്ങനെയല്ല, അങ്ങനെ സഹായിക്കുക, ആ ഒരു സഹായ മനസ്കത. എന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വരിക, അവനെ ആ വീട്ടിലാക്കി കൊടുത്തു. അല്ലെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലുള്ള പരിചരണങ്ങൾ കൊടുക്കുക അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഒരു പേന ഒരു ദിവസം കൊണ്ടുവന്നില്ല. എത്ര വിദ്യാർത്ഥികൾ ഇപ്പോൾ മലയാള മനോരമയൊക്കെ നടത്തുന്ന നല്ല പാഠം എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നല്ല പാഠം എന്നൊക്കെ പറയുന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണ്. ആരെന്നെ? പഠിക്കാൻ കഴിവില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് കൊടുക്കുക. ആരെന്നെ? വിദ്യാർത്ഥികൾ തന്നെ, അവർക്കിടയിലുള്ള വിദ്യാർത്ഥികൾ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ, വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകും. അതാണ് നമ്മുടെ SKSF കൊണ്ടൊക്കെ ഉള്ള ഒരു ഉപകാരം. ഞാൻ ഈ സൈബർ സുരക്ഷാ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്, പരമാവധി നമുക്ക് കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഒരു ദിവസം ഞാൻ എത്രത്തോളം മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസത്തിൽ എത്രയാണോ നന്മ ചെയ്തത്, എത്രയാണോ തിന്മ ചെയ്തത് എന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തിന്മയാണ് അധികം വന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കയ്യിലുള്ള ചാട്ടവാറെടുത്ത് കാലിനടിച്ചിട്ട് പറയാറുണ്ടായിരുന്നു, ഇത്രേ എന്തൊക്കെയെന്ന് ഇത് കാട്ടിക്കൂട്ടിയത്, എന്തൊക്കെ വൈകൃതങ്ങളാണ് നിന്നിൽ നിന്നുണ്ടായത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിന്നിൽ നിന്നുണ്ടായത് എന്ന് പറഞ്ഞിട്ട് സ്വയം അടിക്കുകയാണ്. ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ഒരു സ്വയം ആത്മപരിശോധന നടത്തുകയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ, ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നറിയോ? ഖുർആന് ഇത്രത്തോളം ഇറങ്ങാൻ കാരണമായ ഒരു സഹാബി ഭൂലോകത്തില്ല. ഖുർആൻ ഇറങ്ങാൻ വാനലോകത്ത് നിന്ന് ആർക്കാണ് ഇറങ്ങുന്നത്? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഇറങ്ങുന്നത്. ആ ഇറങ്ങാൻ കാരണം ആരാവാണ്? സ്വഹാബിയായ റസൂലിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ശേഷം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് സ്വന്തം ആത്മപരിശോധന നടത്തുന്നത്. ആലോചിച്ച് നോക്കും നിങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു മരത്തിൻ്റെ ചില്ലനെങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അത്രേ
ഇപ്പം പറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ പിന്നെ ചെവിയിലൊക്കെ ഇയർഫോൺ വെച്ചിട്ട് ഫോൺ വിളിക്കുകയാണെന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നില്ല. ഒരു മരത്തിൻ്റെ ചെല്ലിനെ നോക്കി പറയുന്നുണ്ട്, നിന്നെപ്പോലെ കായാൽ എത്ര ഭാഗ്യമായിരുന്നു എനിക്ക്. ഒരു തെറ്റുമില്ലല്ലോ, ഒരു തെറ്റും വരുന്നില്ലല്ലോ, എത്ര ഭാഗ്യമായിരുന്നു എനിക്കെന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂറത്തുൽ നഹ്ലിലെ, ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. സൂറത്തുൽ നഹ്ലിലെ ഒരു വാക്യമുണ്ട്, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നത്തെ വാഹനങ്ങളെ മുൻനിർത്തിയിട്ട് കഴുതനെ പടക്കുകയാണ്, കുതിരനെ ഞാൻ പടച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കോവർ കഴുത ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു പറയാണ് സീനത്തിന് വേണ്ടി, അതുപോലെ തന്നെ സീനത്തിന് ഭംഗിക്കും വേണ്ടിയിട്ടും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഞാൻ സൃഷ്ടിച്ചു വെക്കും, ഭാവിയിൽ സൃഷ്ടിക്കും എന്ന് അള്ളാഹു പറയാണ്. അങ്ങനെയുള്ള നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്ന അതിൽപ്പെട്ട ഒരു ഉപകരണമായി നമ്മളുടെ ഈ മൊബൈൽ ഫോൺ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് മൊബൈൽ ഫോണാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, നമ്മൾ പേടിക്കുകയാണ്. ആ കാലഘട്ടം ഇതാണോ എന്ന് ആലോചിച്ച് നമ്മൾ പേടിക്കുകയാണ്. ഒരു മനുഷ്യൻ യഗ്ദൂ ഫീ ബൈതി, ഓരവൻ്റെ വീട്ടിൽ പോകും. എൻ്റെ വളർന്നു വരുന്ന ചെറുപ്പക്കാരായ വലത്തെ സൈഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയട്ടെ, അവരെത്ര പ്രായമായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. വീട്ടിൽ പോകും. നമ്മൾ SKSFന്റെ ചെറുപ്പക്കാരാണ്, നമ്മൾ ഇവിടുന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആളുകളെ കൊണ്ട് പറയാണ്, വീട്ടിൽ പോയിട്ടോ സുമ്മ യക്ദിബുൽ കദ്ബ, പിന്നെ അവൻ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഫതബ്ലുഗുൽ ആഫാഖ്, അത് ഭൂഖണ്ഡങ്ങളെ മറികടന്ന് ഓരോരുത്തരുടെ പാസ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള കളവുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ ഒരാൾ സ്റ്റാറ്റസ് വെച്ചത് കണ്ടു. ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. പഞ്ചായത്തിൽ ഹെൽത്ത് കാർഡ് പുതുക്കാനും അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് എടുക്കാനും APL BPL ഏത് കാർഡാണെങ്കിലും എടുക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട്, ഹെൽത്ത് കാർഡ് അറിയോ, എൻ്റെ ഭാര്യ പ്രസവിച്ചു. സ്ത്രീകൾ പ്രസവിക്കൂല്ലേ? എൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. ഒരു പൈസ ചിലവൊന്നുമില്ല. ഓപ്പറേഷൻ കൂടിയാണ്. നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ പൈസ പുറത്ത് പോയാൽ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിലും ചില പ്രത്യേകമായ ഹോസ്പിറ്റലുകൾക്ക് ഗവൺമെൻറ് നൽകുന്ന ഈ ഒരു അംഗീകാരത്തിൻ്റെ ഫലമായിട്ട് ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുന്നുള്ളതാണ്. ആ ഹെൽത്ത് കാർഡിൽ അംഗങ്ങളാകും. അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു സ്റ്റാറ്റസിൽ എന്ത് കണ്ടു അറിയോ? എന്താ വേണ്ടത്? ഹെൽത്ത് കാർഡ് പുതുക്കാനുള്ള അപേക്ഷ നൽകേണ്ട സന്ദർഭമാണത്. BPL കാർഡായാലും വേണ്ടില്ല, APL കാർഡുകാർക്കായാലും വേണ്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? ഞാൻ പറയണ മനസ്സിലാവണ്ടോ? ആ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ എൻ്റെ ഭാര്യ പ്രസവിച്ചോ പിന്നെ അങ്ങനെ ഒരു ചിലവും ആയില്ല എന്നുള്ളത്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വല്ല സാമ്പത്തികമായ പ്രയാസം, അങ്ങനെയൊക്കെ അസുഖങ്ങളായിക്കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ആശുപത്രിയിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് കാർഡ്. അപ്പോൾ അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഒരാളിട്ടു. കുറേ ആൾക്കാർ ഇത് വിശ്വസിച്ച് പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ ഹെൽത്ത് കാർഡിന് അപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ടോ? ഇല്ല. എന്നാലോചിച്ച് നോക്കും, നിങ്ങൾ എന്നാലോചിച്ച് നോക്കും. വെറുതെ എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത്? വെറുതെ എന്തിനാണ് ആളുകളെ ഉപദ്രവിക്കുന്നത്? അല്ലേ? അതുപോലെയാണ് നമുക്കൊരു മെസ്സേജ് കിട്ടിയാൽ ഒരുപാട് നല്ല നല്ല ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ? അതിലൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്?
അല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നമ്മളെ സ്കൂളത്തെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ ടീച്ചർ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും ഇടാൻ പാടില്ല, നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യമില്ലാതെ വേറെ ഒന്നും ഇടാൻ പാടില്ല, അല്ലേ? അപ്പോൾ ഇപ്പുറത്ത് വേറെ എന്താണ് കളിയുമായി ബന്ധപ്പെട്ട വേറെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ കളിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും അതുപോലെ തന്നെ വീഡിയോകളും അതുമായി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. SKSFന്റെ ആളുകളാണ് SKSFന്റെ ഗ്രൂപ്പിൽ SKSFുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഒരു നാടുമായി ബന്ധപ്പെട്ട ചലനങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ള അഡ്മിൻ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യം ഒരു ബഷീർ, അല്ലേ, ഓന് കിട്ടിയൊരു മെസ്സേജ്, ഒരു സുലൈമാൻ അവന് ലഭിച്ചൊരു മെസ്സേജ്, എന്നിട്ട് അതിന് തർക്കായി വഴക്കായി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ചു. നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ ആളുകൾക്ക് വേണമെങ്കിൽ അത്യാവശ്യമാണ് എങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഈ ക്ലാസ്സിൽ എടുത്തൂടെ? നമ്മളൊക്കെ ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളോടാണ് എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, അല്ലേ? ഫോൺ ഉപയോഗിക്കാത്ത ആളുകൾ ഇപ്പം വളരെ വിരളാണ്, അല്ലേ? ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചു ആരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ, ആർക്കൊക്കെ ഫോൺ ഉണ്ട് എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്താണ്. എൻ്റെ മഹലിലെ കാതർക്കയോടൊക്കെയാണ് ചോദിക്കുന്നത് വെച്ചെങ്കിൽ കാതർക്ക എല്ലാവർക്കും മറുപടി പറയും. കാരണം നമുക്കൊരു വയസ്സായിട്ടുണ്ട്, പള്ളിയിൽ തന്നെ വരാൻ കഴിയാതെ ഇരിക്കുകയാണ്, മൂപ്പർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങളോടാ ചോദിച്ച ചോദ്യം തന്നെ വെറുതെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ കിട്ടുന്ന മെസ്സേജുകൾ ആവശ്യമുള്ളത് മാത്രം ഫോർവേഡ് ചെയ്യുക എന്നൊരു തീരുമാനം നമ്മൾ എടുത്തൂടെ, അല്ലേ? ഒന്ന് പറയുകളേ. അപ്പോൾ കാണും ഒരുപാട് ഉപദ്രവങ്ങൾ നടക്കുന്ന നന്മ ഉണ്ടെങ്കിലും ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കുന്ന ഒരു ഏരിയ ആണ് ഏത്? നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, അല്ലേ? ഫിറോസ് കുന്നപ്പറമ്പിലൊക്കെ അറിയപ്പെട്ടത് അങ്ങനെയാണ്. ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും കേട്ടോ. വൃക്ക രോഗികളെ സഹായിക്കുകയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കിക്കോളി. നമ്മളൊക്കെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളാവുകൊണ്ട് പറയാം, SKSFന്റെ ആളുകളാവുകൊണ്ട് പറയാം, SBയുടെ ആളുകളാവുകൊണ്ട് പറയാം, ഒരു വൃക്ക രോഗിക്ക് എത്ര പൈസ കിട്ടിയാലും മതിയാവില്ല എന്നുള്ളതാണ്. അള്ളാഹു അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകട്ടെ. എത്ര ധനം കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും സംഘാടകരോടും പറയാണ്, അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വർണ്ണ നാണയം ആഭരണം പോലും ഇല്ലാതെ, കൊടുക്കാൻ ധരിക്കാൻ ആഭരണം പോലും ഇല്ലാതെ 2-3 ദിവസത്തേക്ക് കല്യാണം നീട്ടി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ ഒരു സഹോദരിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, 200 ആണെങ്കിൽ 200, 100 ആണെങ്കിൽ 100 എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇട്ടപ്പോൾ, ഒരു സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ടായി. എത്ര ഉപകാരം നടക്കുന്നത്, അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ. എൻ്റെ നാട്ടിൽ ഒരു സഹോദരി ഒരു ഉസ്താദിൻ്റെ കുട്ടിയാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ട് ചികിത്സിക്കാൻ വേണ്ടി 30 ലക്ഷം രൂപ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഒരു വീഡിയോ ചെയ്തു. 1-2 ദിവസം കൊണ്ട് ആ സംഖ്യ മൊത്തം കളക്ട് ചെയ്യാൻ സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് അദ്ദേഹം. വേറെ ഒരുപാട് ആളുകൾ. അപ്പോൾ നന്മകൾ ഒരുപാട് ഇതിലൂടെ നടക്കുന്നുണ്ട്. ആ നന്മയൊന്നും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങളോട്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ അടുത്ത് പൊന്നാനി പോയി. പൊന്നാനി നമ്മളെ അടുത്താണ്, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ചാവക്കാട് കഴിഞ്ഞാൽ എടക്കഴി ആ ഭാഗത്ത് കൂടെയാണ് കയറിയ, അല്ലേ? വെളിയങ്കോട് കഴിഞ്ഞാൽ പൊന്നാനി ഒരു അത്തറക്കടയിൽ കയറിയ സമയത്ത് ഇവിടെയൊക്കെ രാത്രിയാണ് ഞങ്ങൾ പോയത്. 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെ പോലീസൊക്കെ വരലുണ്ടോ എന്ന് ചോദിച്ചു. കൊറോണക്കാലൊക്കെ അല്ലേ, പേടിയുള്ള സമയമാണല്ലോ. പോലീസൊക്കെ വരലുണ്ടോ ചോദിച്ചു. പോലീസ് ഇടയ്ക്ക് വരും. എന്താ കടകളൊക്കെ അടപ്പിക്കലുണ്ടോ ചോദിച്ചു. ഓരതിലൊന്നുമല്ല വരുന്നത്. നമ്മുടെ ഈ പള്ളിൻ്റെ പരിസരത്ത് കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട്, അല്ലേ,
പേര് ഞാൻ പറയാൻ പഠിക്കുകയാണ്. അതുപോലെ ഒരു മൈനസ് ഒരു ഇമേജ് നിങ്ങൾക്ക് നൽകാൻ പാടില്ല അല്ലേ. രാത്രി അവർ ഒരുമിച്ച് കൂടിയിട്ട് കഞ്ചാവ് ഒഴിക്കുകയാണ്. ഏത് പള്ളി? കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന, മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലേ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് മഹത്വമായ ഒരുപാട് പണ്ഡിതന്മാർ അറിവ് പഠിപ്പിക്കുകയും ചെയ്ത ഒരു സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര മോശമാണ് അതെന്നൊക്കെ. അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് 5 വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല, 5 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെയും അത് ബാധിക്കുന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മസ്തിഷ്കത്തിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാത്? ഓട്ടിസം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അല്ലെ പേര് പഠിച്ചോളി. എന്തിസം? ഓട്ടിസം. അറിയുങ്ങൾ എന്താണ് പേര്? ഓട്ടിസം. അവിടെ എഴുതി തരണം. ഓട്ടിസം. ഓട്ടിസം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ആ ഒരു അസുഖം വരെ ഉണ്ടാകുന്നുള്ള ബുദ്ധിമാന്ദ്യം സംഭവിക്കും അല്ലേ. അധികമായി മൊബൈൽ ഇങ്ങനെ ഉപയോഗിച്ച് ഇപ്പോൾ അടുത്ത് ഇന്ത്യയുടെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഒരു പരിശോധന നടത്തി, ഒരു സർവേ നടത്തി. 16ഓളം സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ, പ്രത്യേകമായി ഒരു 1800ഓളം വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഒരു 2000-ൽ താഴെ വിദ്യാർത്ഥികളെ പരിശോധന നടത്തിയപ്പോൾ 30% വരുന്ന വിദ്യാർത്ഥികൾക്കും 30% ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സംസാര ശേഷിയുടെ കുറവുണ്ട് എന്ന് അവർക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് പറയും? എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ തന്നെ ഒരു ദിവസം എത്രത്തോളം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. ഞാൻ ഒരു പ്രസംഗത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് എഴുതി കൊടുത്തിരുന്നു. ആ ഒരു പോയിന്റ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അംഗമായ ആളുകളാണ് അല്ലേ. എൻ്റെ മൊബൈലിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഒരു ഗ്രൂപ്പിലെ ഒരു മെസ്സേജ് വായിക്കാൻ 2 സെക്കൻഡാണ് എടുക്കുന്നത് എങ്കിൽ എൻ്റെ മൊബൈലുള്ള 15 ഗ്രൂപ്പുകളിലെ ചെറിയ മെസ്സേജുകൾ വായിക്കാൻ എത്ര സമയം എടുക്കും? ഒരു കണക്കാണ്. നിങ്ങൾ പറയുന്നത് എൻ്റെ മൊബൈലിൽ ഒരു 15 ഗ്രൂപ്പുണ്ട്. കേൾക്കണ്ടോ? അതിൽ ഒരു മെസ്സേജ് വായിക്കാൻ 2 സെക്കൻഡാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എത്ര സെക്കൻഡ് ഞാൻ എടുക്കും? എത്ര സെക്കൻഡ് എടുക്കും? 30 ആണോ? 30 സെക്കൻഡ് എടുത്തില്ലേ? ഒരു വീഡിയോ കാണാൻ 5 മിനിറ്റാണ് എടുക്കുന്നത് എങ്കിൽ 10 വീഡിയോ കാണാൻ എത്ര മിനിറ്റ് എടുക്കും? ഇപ്പം എത്ര മിനിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു? അത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാട്ടോ. നമ്മൾ ആവശ്യമില്ലാതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അല്ലേ, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അപ്പോൾ മൊബൈൽ എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ, മൊബൈൽ ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാകുന്നു എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്ത്, കാസർഗോഡുള്ള ഒരു സുഹൃത്തുണ്ടെങ്കിൽ അദ്ദേഹം ഈ സൈബർ സുരക്ഷാ ക്ലാസ്സിൽ SKSFൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു മെൻ്റലി ഡിസേബിൾഡ് ആയ വിദ്യാർത്ഥികൾക്ക് അവരുമായി ബന്ധപ്പെട്ട അക്കര ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹം എന്നോട് പറയണ്ടായി, എന്തറിയോ, എൻ്റെ അടുത്ത് എൻ്റെ ക്ലിനിക്കിക്ക് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ചെറിയ കുട്ടികളും വരാറുണ്ട്. ദേഷ്യം, കുട്ടിക്ക് എന്തെങ്കിലും ഉമ്മ പറയണം അല്ലെങ്കിൽ ഉപ്പ പറയണം, എന്ത് പറഞ്ഞാലും കുട്ടിക്ക് ദേഷ്യം. 3 ഐഫോണൊക്കെ എറിഞ്ഞു പൊട്ടിച്ചൊരു കുട്ടീൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ദേഷ്യം വരും. മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യം വരും.
അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവല്ലേ? ആ പിന്നെ ചിലപ്പോൾ ഉമ്മാരിങ്ങനെ വിളിക്കുന്നുണ്ടാവും. എന്താ പേര്? സിനാൻ. എന്താ വീട്ടിൽ എന്താ വിളിക്കല്? സിനു നമ്മ വിളിക്കും. അതിൽ പിന്നെ എന്തിലേക്കാണ് സിനാൻ എന്തിലേക്കും ഉമ്മ വീണ്ടും വിളിക്കും സിനു. ഉമ്മ ഒരു എൻ്റെ കുട്ടിയാണല്ലോ, അല്ലെങ്കിൽ ഉപ്പ വിളിക്കും സിനാനെ എന്ന് വിളിക്കും. അല്ലേ? പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നെയിം കോൾ ഉണ്ടാകൂല എന്നുള്ളത്. നെയിം കോൾ റെസ്പോൺസിബിൾ ആവൂല എന്നുള്ളത്. അല്ലേ? പേര് വിളിച്ചാൽ എന്തുണ്ടാവൂല? വിളിയേക്കൂല. പേര് വിളിച്ചാൽ വിളിയേക്കൂല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവുകയാണ്. ഇനിയിപ്പോൾ അധ്യാപകർക്കൊക്കെ നേരിടാൻ പോണ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ ക്ലാസ്സിൽ സാധാരണ ഓഫ്ലൈനായിട്ട് ക്ലാസ് നടക്കുമ്പോൾ സിനാനെന്ന് വിളിച്ചാൽ എന്താ പേര്? അഫ്വാനെന്ന് വിളിച്ചാൽ വിളിയേക്കൂല. അങ്ങനെയുള്ളൊരു പ്രശ്നം വരാൻ പോവുകയാണ്. പേര് വിളിച്ചാൽ വിളി കേൾക്കാത്തൊരവസ്ഥ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പം ഏതാണ് മിതം, ഏതാണ് അമിതം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകല്ല, ഞങ്ങളെ ബുദ്ധിമുട്ടാക്കുകയല്ല. ഈ അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ കോഴിക്കോട് നടന്നൊരു ക്ലാസ്സിൽ പങ്കെടുത്ത സമയത്ത് വേറെ പ്രശ്നമാട്ടങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്താ പറഞ്ഞത്? സംസാരത്തിന് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം അല്ലേ? അതിനെന്താ പറയാ അറിയോ? സ്പീച്ച് ഡിലേ. എന്താ പറയാ? അതായത് സംസാരിക്കാൻ കാലതാമസം എടുക്കും. ഉപ്പ ഉമ്മ എന്നൊക്കെ വിളിക്കുക, അത് മാത്രം. 2, 3, 4, 5 വയസ്സായിട്ടും ഉപ്പാന്നും ഉമ്മാന്നും മാത്രമേ വിളിക്കാൻ സാധിക്കുന്നുള്ളൂ. അതാണ് സ്പീച്ച് ഡിലേ. ബാക്കിയുള്ള സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുട്ടി കൃത്യമായിട്ട് ഏകദേശമൊക്കെ ചെറിയ അവനവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അല്ലേ? ഓന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉമ്മാരൊക്കെ പറയണം, ഓനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓൻ സംസാരിക്കും എന്നൊരു കുട്ടീനെ കൊണ്ട് പറയുകയാണെങ്കിൽ അവന് മെച്ചപ്പെട്ടു, മെച്യൂരിറ്റി ഉണ്ടായി എന്നുള്ളതാണ്. അല്ലേ? വെള്ളത്തിനെന്താ പിന്നെ ചെറിയ കുട്ടികൾ പറയാം വെള്ളം എന്നൊക്കെ പറയില്ലേ? നല്ല സൂപ്പറായിട്ട് നമ്മളൊക്കെ ചിലപ്പോൾ വെള്ളം എന്നൊക്കെ പറയണ്ടാവുക. എന്ത് ചെയ്യും? 2 വയസ്സായ ചെറിയ കുട്ടി വെള്ളം എന്നൊക്കെ പറയില്ലേ? അല്ലേ? പറയില്ല. എന്താ പറയാ? അല്ലെങ്കിൽ പിന്നെ അല്ലേ? അങ്ങനെയൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു ഷോർട്ടുകളായിരിക്കും ഉപയോഗിക്കുക. അല്ലേ? ഇപ്പോൾ പിന്നെ അപ്പത്തിന് നേരെ അപ്പം എന്നൊന്നും പറഞ്ഞോളന്നില്ല. എന്നാലും അവന് സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങാനും അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കുട്ടി മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല എങ്കിൽ പേടിക്കണം. അപ്പോൾ ഒന്നാമത്തതാണ് എന്ത് പറഞ്ഞത്? സ്പീച്ച് ഡിലേ. രണ്ടാമത്തത് പേര് വിളിച്ചാൽ എന്തുണ്ടാവില്ല? വിളി കേൾക്കൂല. പിന്നെ വേറെ പ്രശ്നം എന്താ അറിയോ? കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ആരെങ്കിലും കണ്ണാശുപത്രി നടത്തുകയാണെങ്കിൽ അവർക്ക് നഷ്ടം പറ്റൂല. കേൾക്കണ്ടങ്ങൾ അല്ലേ? എല്ലാ അവയവങ്ങളും അള്ളാഹു ഓരോ അവയവങ്ങളും നമുക്ക് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലേ? എന്നാലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്ര അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് തന്നത് എന്ന്. ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. നമ്മുടെ മുഖത്തിൻ്റെ ആകെയുള്ള വിസ്തീർണം എത്ര അറിയോ? എത്ര? ഈ ഒരു പിന്നെ ഇതൊക്കെ ഏകദേശം ഈ ഒരു കള്ളിയിലുള്ളത് 1 സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്ക് കണക്കാണെങ്കിൽ അതിൻ്റെ അത്ര പോലെ ഒരു 3/4 സ്ക്വയർ ഫീറ്റേ നമ്മുടെ മുഖം വരുള്ളൂ. ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. അല്ലേ? എല്ലാവരുടെയും മുഖം വ്യത്യസ്തമല്ലേ? എങ്ങനെ ഇത് സൃഷ്ടിച്ചു? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാവരുടെയും മുഖം ഒരുപോലെ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഒരു 15 ആളുടെ അല്ലേ, ഇവിടെ ഇരിക്കണം 15 ആളുടെ മുഖം ഒരുപോലെയാണ്, ഒരേപോലെ, ഒരു മാറ്റമല്ല. ഇതിൽ പിന്നെ ആരെ നമ്മൾ പേരെടുത്ത് വിളിക്കുക? അല്ലേ? നമ്മുടെ ഈ കൈവിരൽ പോലും അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്
എത്ര സൃഷ്ടി വൈഭവത്തോടെ എന്ന് ആലോചിച്ചു. ഒരാൾക്കും നിങ്ങളെപ്പോലെയുള്ള കൈവിരലിൻ്റെ ഉൾഭാഗത്തുള്ള അടയാളം ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാലമായില്ലേ കാലുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ 15 വയസ്സായവർ എത്ര ചെരുപ്പെടുത്തു എന്ന് ആലോചിച്ചാൽ എത്ര ചെരുപ്പെടുത്തു. പക്ഷേ ഒരുപാട് കാലമായിട്ട് നമ്മൾ കാലുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് കാലമായിട്ടും കാലുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. എന്നിട്ടും ഒരു പ്രശ്നമല്ല. നാവുകളിൽ ലക്ഷക്കണക്കിന് രുചിമുകുളങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവുകളുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അല്ലേ? ലക്ഷക്കണക്കിന് രുചിമുകുളങ്ങൾ ആസ്വദിക്കാനുള്ള കഴിവ് നമ്മുടെ നാവിനുണ്ട്. ഒരു മാങ്ങ, വ്യത്യസ്ത തരം മാങ്ങകൾ, അതിൻ്റെ രുചികൾ നമ്മൾ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? നാവിലൂടെ നമ്മൾ ആസ്വദിക്കുകയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാങ്ങയുടെ രസം പോലും നമ്മുടെ വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റൂല. മാങ്ങയുടെ രുചി പോലും നമ്മുടെ വാക്കുകളിൽ പറയാൻ പറ്റൂല. പക്ഷെ നമ്മുടെ നാവിന് അനുഭവിക്കാൻ സാധിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടി എന്ന് ആലോചിച്ച് നോക്കൂ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന്മാരുടെ രൂപത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മുടെ കണ്ണിന് പ്രശ്നം പറ്റുന്നു എന്നുള്ളതാണ്. കണ്ണൂരിലടുത്തുള്ള മാടായി എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസയിലേക്ക് ഒരു കുട്ടി വരിക. അത്ര കുട്ടി എങ്ങനെ വരുന്നത് അറിയോ? ആ കുട്ടീൻ്റെ നടത്തം കണ്ടിട്ട് അധ്യാപകർക്ക് തന്നെ വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചിലവരൊക്കെ ഓരോ കുട്ടി തുണക്കാരൊക്കെ കളിയൊക്കെയാണ് ആ കുട്ടീൻ്റെ നടത്തം കണ്ടിട്ട്. അത്രയും ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ദിവസം സ്വലാത്തിൽ ഉസ്താദിനോട് ഈ രക്ഷിതാവ് ദുആയിരക്കാൻ വേണ്ടി പറയാത്ര, ഉസ്താദേ എൻ്റെ കുട്ടീൻ്റെ രണ്ടാമത്തെ കണ്ണിനും കാഴ്ച പോയി തുടങ്ങിയിട്ടുണ്ട്, ഓപ്പറേഷൻ വേണം, ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥിയുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് രക്ഷിതാവ് വരികയാണ് ഉസ്താദിനോട് ദ്വാരക്കാൻ. ഇനി പറയും അല്ലേ, പലപ്പോഴും പറയാറുണ്ട് മറ്റൊരു അസുഖം, കണ്ണിലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, കണ്ണിനുള്ള പ്രശ്നമാണ് പറഞ്ഞത്. ബ്ലർഡ് വിഷൻ അല്ലേ, അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ബ്ലറായിട്ട് കാണാൻ അല്ലേ, നിങ്ങൾ കാണുന്ന ഒരു ഓപ്ഷൻ അല്ലേ, പോർട്രേറ്റിൽ എടുത്താലൊക്കെ ബ്ലറാവും, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മുടെ കണ്ണിനെ പതിയെ ക്രമേണ ഗ്രാജുവലി നമ്മുടെ കാഴ്ച ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം. രാത്രി കടക്കുന്നതിന് മുമ്പായിട്ട് 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കണം എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന കൃത്യമായ ഒരു കാര്യമാണ്. 15 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഉതുവൊക്കെ എടുത്ത് നമ്മൾ ശാരീരികമായൊക്കെ ഒന്ന് ഫ്രഷായി കിടക്കാൻ പോകുമ്പോൾ വാർന്ന ഒരു സുഗന്ധമൊക്കെ ഉപയോഗിച്ച് കൃത്യമായി 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതാണ് ഉറക്കത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ആളുകൾ പറയുന്നത്. 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങണം. ഇപ്പോൾ 8:30ക്കാണ് ഏകദേശമൊക്കെ നിസ്കാരം കഴിയുന്നത്. 8:30 സമയമാകുമ്പോൾ ഏകദേശം ഇശായൊക്കെ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തിന് 15 മിനിറ്റുകൾക്ക് ശേഷമാണെങ്കിലും 8:30ക്ക് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിർത്തണം എന്ന് തോന്നണമെങ്കിൽ പറയണ്ടോ, നിർത്തണം, ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ്. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. 8:30 ആയിക്കഴിഞ്ഞാലും ഒരു 4:58 ഇപ്പോൾ സുബിഹി ബാങ്കുള്ളത്. 4:58 SKSF കുട്ടികളാണ്. സുബിഹി നിസ്കരിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, സുബിഹി നിസ്കരിച്ചിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. 4:58 എന്ത് സുബിഹി ബാങ്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരാൾ 9:30 കടന്നാൽ തന്നെ 10:30, 11:30, 12:30, 1:30, 2:30, 3:30, 4:30 അല്ലേ, 4:30 പിന്നെ 4:45 അങ്ങനെ വേണമെങ്കിൽ കൂട്ടാം. ഏകദേശം 8 മണിക്കൂർ കിട്ടും. 9:30ക്കെങ്കിലും കിടക്കേണ്ടതാണ്. ഇനി കഴിയില്ല എങ്കിൽ 10 മണിക്കേലും കിടക്കേണ്ടതാണ്. അതിനും കഴിയുന്നില്ല എങ്കിൽ ഒരു 10:20 കിടക്കേണ്ടതാണ്.
അതിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കാനല്ലാതെ ചെലവഴിക്കാൻ പാടില്ല. പെണ്ണൊക്കെ കെട്ടിയാൽ നിങ്ങൾ വർത്താനം പറഞ്ഞോളൂ, അതിനൊന്നും കുഴപ്പമില്ല. ആരോട്? പെണ്ണുങ്ങളോട് കേട്ടോ. പെണ്ണുങ്ങളോട് വർത്താനം പറയാം. അതൊരു ആരാധന പോലെയാണ്. സ്വന്തം ഭാര്യയോട് സംസാരിക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട്. അത് രാത്രിയാണെങ്കിലും കുഴപ്പമില്ല. വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഭാര്യയോടാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. ഒരു മിനിറ്റ് കേട്ടോ. ഞാനൊരു ക്ലാസ്സിലാണ്, വിളിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റിലും മുമ്പ് നമ്മൾ മൊബൈൽ മാറ്റി വെച്ച് ഉറങ്ങണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മൂപ്പരിപ്പോൾ എന്തൊക്കെ പറഞ്ഞു പോകണം നിങ്ങൾക്ക് പറയാം അല്ലേ? മൂപ്പര് എന്തൊക്കെ കത്തിയടിക്കണം അല്ലേ? ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ടീച്ചർ പറഞ്ഞിരുന്നു, ബയോളജിയുടെ ടീച്ചറാണോ അതോ സോഷ്യൽ സയൻസിൻ്റെ ആണോ അറിയില്ല, ഇനി പിന്നെ നിങ്ങളൊന്നും വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്ത് പോകേണ്ടി വരില്ല. ഒരു ഞെക്കി അല്ലെങ്കിൽ ഒരു അമർത്തിയാൽ, അന്നൊന്നും മൊബൈൽ ഇത്ര വ്യാപകമായിട്ടില്ല കേട്ടോ. 2006 വളരെ ശുഷ്ക ആളുകളൊക്കെ ഉള്ളൂ മൊബൈൽ. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ വീട്ടിലേക്ക് ഉടനടി എത്തും. ഞാനൊക്കെ വിചാരിച്ചിരുന്ന ടീച്ചർ കത്തിയടിക്കണം. ടീച്ചറിന്റെ കത്തികളിൽപ്പെട്ട ഒരു കത്തിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഓൺലൈൻ ഷോപ്പിംഗ് വന്നു, ടീച്ചർ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായി അല്ലേ? നിങ്ങൾ തന്നെ ഉണ്ടാവും ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും എത്ര സാധനങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതുപോലെ ഒരു കത്തിയായിട്ട് നിങ്ങളിത് കൂട്ടണ്ട. 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മുടെ കണ്ണിനുള്ളൊരു സംരക്ഷണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾക്കിടയിൽപ്പെട്ട ഒരാളാണ്, നിങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, നിങ്ങളോടൊപ്പം കഴിയുന്ന ഒരാളാണ്. എന്നാലും പറയണം, ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കൂടുതലായിട്ട് 10-20 ശേഷമൊക്കെ നമ്മൾ, അല്ലെങ്കിൽ 10:30 ശേഷം നമ്മൾ മൊബൈലൊക്കെ വെറുതെ ഉപയോഗിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്കല്ലാതെ. ഫേസ്ബുക്ക് ഉപയോഗിച്ചാൽ ഫേസ്ബുക്കിൻ്റെ പോലെ ആവുന്നതാണ്, ഫേസ്ബുക്കിൻ്റെ ചിഹ്നം പോലെ. നമ്മുടെ ഇവിടെ പെരടി വേദന ഉണ്ടാവും. ഫേസ്ബുക്കിൻ്റെ ചിഹ്നം കണ്ടിട്ടില്ലേ? എഫ് ഇട്ടിട്ട് അല്ലേ? പെരടി വേദന. അപ്പോൾ അതാ പറഞ്ഞത്. പിന്നെ ഭാവിയിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? മൊബൈൽ നമ്മൾ അടുത്തിരുന്ന് ഉപയോഗിക്കുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലായി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യലോടുകൂടി നമ്മുടെ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മൊബൈലൊന്നും കീശയിൽ വെക്കരുത് എന്ന് പറയാൻ കാരണം അല്ലേ? പലപ്പോഴും നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പോലെ, ഞാൻ കുട്ടികളെ കൊണ്ട് അതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വരെ കാരണമാണ് എന്ന് പറയാറുണ്ട്. ടെക്സ്റ്റ് നെക്ക് എന്നാണ് പറയാം. ടെക്സ്റ്റ് നെക്ക് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അല്ലേ? നിങ്ങളെ താഴെ താഴ്ത്തി ചിലപ്പോൾ വേദന ഉണ്ടാവും അല്ലേ? ഉണ്ടോ അല്ലേ? എന്തായാലും പറയാം. ടെക്സ്റ്റ് നെക്ക്. കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് നിദ്രാവിഹീനത. പേരിട്ട് പേടിക്കണ്ട, ഉറക്കം കിട്ടൂല. എന്നോടൊരു സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു, പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ സവാദച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഞങ്ങളെ മലപ്പുറം ഭാഷ ഉപയോഗിച്ചാട്ടോ. സവാദച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണം, നമ്മൾ രാത്രി ഒന്നും ഉറക്കം കിട്ടില്ല. അപ്പോൾ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറയാനോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, മൊബൈൽ കാര്യമായിട്ട് ഉപയോഗിക്കലുണ്ടോ? പിന്നെ ഞാൻ കുറച്ച് ദിക്റുകളൊക്കെ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഓനെ ആ സമയത്ത് സമാധാനിപ്പിക്കാൻ പറ്റുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. ഉറക്കം കിട്ടൂല, ഉറക്കം നഷ്ടപ്പെടും. സ്ലീപ്പ് ഡെഫിസിറ്റി എന്ന് ഇംഗ്ലീഷ് പറയുന്നത് ഉറക്കമില്ലായ്മ, ഇൻസോമാനിയ അല്ലേ? അങ്ങനെയുള്ള അസുഖം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? പിറ്റേ ദിവസം നമുക്ക് ജോലി ചെയ്യാൻ, പഠിക്കാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരും. നമ്മുടെ പഠനത്തെ അത് ബാധിക്കും, നമ്മുടെ ബുദ്ധിയെ അത് ബാധിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് നേരത്തെ കിടക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കിടക്കുമ്പോൾ 15 മിനിറ്റ് മുമ്പ് ഒതുവൊക്കെ എടുത്തിട്ടൊന്ന് ഫ്രഷായിട്ട് കിടന്നാൽ അല്ലേ, ചൊല്ലി പറയേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചൊല്ലി കിടന്നാൽ നമുക്ക് വളരെ റാഹത്താണ്. മൊബൈലിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ 1 മീറ്ററെങ്കിലും അകലെ വെച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ അലാറം വെക്കണം, സുബഹിക്ക് എണീക്കാൻ വേണ്ടി നേരത്തെ എണീറ്റ് താജ്ജുദൊക്കെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടൊക്കെ അലാറം വെക്കേണ്ട ഉസ്താദേ എന്ന് ചോദിച്ചാൽ വെച്ചോളൂ, കുഴപ്പമില്ല.
കുഴപ്പമില്ല, അടുത്ത് വല്ലാതെ നമ്മുടെ കിടക്കുന്നതിൻ്റെ അടുത്ത് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലാതെ അടുത്ത് വെക്കാതെ കുറച്ചൊക്കെ അകലം പാലിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈലിൻ്റെ ഈ ഉപയോഗം. അല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക അറിയോ? ഇപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ. എന്താ അറിയോ, കിടക്കുമ്പോൾ അലാറം വെച്ചിട്ട് നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചിട്ട്, ഒരു കാർട്ടൂൺ പിക്ചർ പോലെ നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് പിന്നെ പുതപ്പും അതുപോലെ തന്നെ കട്ടിലൊക്കെ ഒന്ന് വളരെ ഉഷാറായിട്ട് അത് കൃത്യമായിട്ട് വെച്ചിട്ട് ഒരാൾ കിടക്കാൻ നോക്കും. ഒരു കാർട്ടൂൺ പിക്ചറാട്ടോ, കാർട്ടൂൺ വീഡിയോ ആണ്, കിടക്കാൻ നോക്കുകയാണ്, അലാറൊക്കെ വെച്ചു. അങ്ങനെ കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ എന്ത്, മൊബൈൽ സൈലൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ടിങ് എന്നുള്ളൊരു മെസ്സേജ് അല്ലേ. അപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് പ്ലാനായിട്ട് തയ്യാറായി വന്ന് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു മെസ്സേജിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇവനൊരു തോന്നിയപ്പോൾ വല്ലാതെ കാര്യപ്പെട്ടൊരു മെസ്സേജ് ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആ മെസ്സേജ് നോക്കിയതാണ്. പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെ ഓഴി പോകുന്ന ഒരു ശബ്ദം കേൾക്കലോടുകൂടി ആകെ അസ്വസ്ഥനാകുന്നവരാണ്. നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ? അപ്പോൾ അതാണ് രാവിലെ ആയി കളിച്ച്. അപ്പോൾ പിന്നെ യൂട്യൂബിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. യൂട്യൂബ് ഒന്നും സ്റ്റഡി ആപ്പല്ല കേട്ടോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പിന്നെ യൂട്യൂബിലൂടെയാണ് ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് കേൾക്കുന്നതെങ്കിലും അത് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. എന്നാലും നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള പോയിന്റുകളൊക്കെ സെർച്ച് ചെയ്യാൻ ഗൂഗിളും അതുപോലെ തന്നെ മറ്റ് സെർച്ച് എഞ്ചിനുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഉപകാരങ്ങൾ ഒരിക്കലും നമ്മൾ എതിർക്കുന്നില്ല. ഉപകാരങ്ങൾ ഒരിക്കലും നമ്മൾ എതിർക്കുന്നില്ല. ചില സുരക്ഷകൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സൈബറിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് മാത്രം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ട് നിർത്തുകയാണ്. അത് ഞാൻ വായിച്ചു തരാം, ക്ലാസ് എടുക്കല്ലേ, അതൊന്ന് വായിച്ചു തരാം. ഒന്ന് വായിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സൈബർ സുരക്ഷയാണ് വിഷയം എന്നുള്ളത് കൊണ്ട് അന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാം, സുരക്ഷാ മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താം. ഒരുപാട് സുരക്ഷാ മാർഗങ്ങൾ കണ്ടെത്താം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞു. ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് സെറ്റപ്പ് ആവും. ഒന്ന് ശ്വാസമൊക്കെ വലിച്ച് അല്ലേ. ഇരിക്കും. ഒന്നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ അറിയോ? ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ സുരക്ഷിതത്വമല്ലാത്ത ഒരുപാട് ഓൺലൈൻ ബാങ്കിങ്ങുകൾ, ഷോപ്പിങ്ങുകൾ, ചിലപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർഡർ ചെയ്താൽ ഷോപ്പിംഗ് അല്ലേ, എന്തെങ്കിലും ഓർഡർ ചെയ്താൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊന്നും നമുക്ക് ലഭിക്കുന്ന മറ്റൊന്നുമായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പൈസ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, നേരത്തെ തന്നെ പൈസ അടച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും കൂടുതൽ സൗകര്യം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ, സൈബർ സുരക്ഷാ ക്ലാസ്സുകളിൽ അതാണല്ലോ പറയേണ്ടത്. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഉള്ളവർ കേട്ടോ. ഒന്നാം ക്ലാസ് കുട്ടികൾക്കൊന്നും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ലല്ലോ. എന്താ നിങ്ങൾ മോൻ്റെ മൊത്തക്ക് മോനൊന്നിലൊന്നുമല്ല. നിങ്ങളെത്രയില്ല? 7 കേട്ടോ. ആള് ചെറുതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിച്ചിട്ട് അതിൽ ഓൺലൈൻ ഇടപാടുകൾ ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നാവും. പിന്നെ നമ്മുടെ കാർഡുമേ ആരെങ്കിലുമൊക്കെ അതിൻ്റെ കാർഡ് ഉണ്ടല്ലേ, ATM കാർഡ് അറിയില്ലേ? അതാണ് ഏകദേശം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ATM കാർഡ് ആരെങ്കിലുമൊക്കെ നമ്മളോട് ഒരു ഫോട്ടോ കോപ്പി എടുത്തൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. അല്ലേ? അയച്ചു കൊടുക്കരുത്. നമ്മൾ ഫോട്ടോ എടുക്കണം. ഞാൻ ഈ പുസ്തകം ഒന്ന് മാറ്റണം. പെട്ടെന്ന് ക്ലാസ് എടുക്കണമെന്നുണ്ട്. അതെ, മുന്നേ കളിക്കുന്നു അല്ലേ?
ആ തന്നെ എടുത്തോളി. ആ മാറ്റി നിന്നാൽ പോരെ? അതിൽ ശബ്ദം കേൾക്കും. ആ അപ്പോൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മനസ്സിലായോ? ആ നേരെ നോളിട്ടോ. പിന്നെ ഓക്കെ അല്ലേ? ആ കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ വലിയ ഉപകാരം. വലിയ വായിച്ചു പോകണം. എന്താ ചെയ്യുക? ആ പിന്നെ അടുത്തത് പ്രൊഫൈൽ. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മറ്റു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ പരമാവധി നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒഴിവാക്കുക. വലിയ വലിയ ആളുകളുടെയൊക്കെ പ്രൊഫൈൽ പിക്ചറുകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവില്ല. അറിയോ? ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവില്ല. ഫോൺ നമ്പർ ഒഴിവാക്കേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ പിന്നെ നമ്മൾ ഒരുപാട് പ്രൊഫൈൽ പിക്ചറുകൾ അടങ്ങിയ ഒരു അക്കൗണ്ടുകൾ ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ അതും നമ്മൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഒഫൻസായിട്ട് വരെ വരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈബർ പരമായി നമ്മൾ കുറ്റകൃത്യം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സൈബർ കുറ്റം എന്ന് പറയുന്ന ചില സംഗതികൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിൽ എടാ എന്ന് നമ്മൾ വിളിക്കുകയാണ്. വാട്സപ്പിൽ ഒരാളെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരാളെ അല്ലെങ്കിൽ അനാവശ്യമായി വല്ല കമൻറ്റ് എടാ എന്ന് പോലും വിളിച്ചാൽ അതുവരെ കുറ്റാണെന്ന് പറയുന്നു. പിന്നെ എന്താണ് നമ്മൾക്കെതിരെ കേസെടുക്കാത്തത്? എന്താണ് നമ്മൾക്കെതിരെ കേസെടുക്കാത്തത് അറിയോ? ഒന്ന് കൂടെ ആ ഓരോ അങ്ങോട്ട് നോക്കിക്കോളൂ. അപ്പോൾ എന്താണ് കേസെടുക്കാത്തത് വെച്ചാൽ ആരും പരാതിപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ആരും പരാതിപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കെതിരെ കേസെടുക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ആ അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ അല്ലേ, അതിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ പരമാവധി നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കൈമാറ്റം ചെയ്യാതെ ആർക്കും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ സുരക്ഷിതമായി നമ്മളുടെ അധീനതയിൽ തന്നെ വെക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇമെയിൽ, വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുന്ന ഇമെയിലുകളുടെ വിശ്വാസ്യത പരിശോധിക്കേണ്ട ഒരു കാര്യം. കേൾക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇമെയിൽ അഡ്രസ്സുകൾ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറ്റിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. കഴിവതും അവർക്ക് മറുപടി നൽകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയോ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം IT ആക്ട് പ്രകാരവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നവയാണ് സൈബർ കുറ്റങ്ങളെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന ട്രോളുകൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ആളുകളെ പേടിപ്പിച്ചിട്ട് വല്ല കാര്യങ്ങളും ചെയ്താൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊക്കെ ശിക്ഷയായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഓൺലൈൻ ഗെയിമിങ്ങൊക്കെ നമ്മൾ കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുവഴി അനാവശ്യ ചാറ്റിങ്ങുകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. എത്ര ആൾക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉറപ്പുണ്ട് 1 മണിക്കൂർ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ, ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, മൊബൈൽ ഫോൺ ഒരാളുടെ സുരക്ഷിതത്വവും സ്വകാര്യതയും അറിയിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കൊക്കെ നിങ്ങളിൽ മൊബൈൽ ഫോണ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ? അത്രത്തോളം സ്വകാര്യത നമ്മൾ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ എല്ലാം മൊബൈലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്.
time has ceased. Space has vanished. Now we are living in a global village. അല്ലേ? നമ്മളറിയാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമ്മളെക്കുറിച്ച് നാം വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യലോടുകൂടി ഒരുപക്ഷെ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മളത് ഡിലീറ്റ് ആക്കിയാലും യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ അതിൽ കയറിയിട്ടുള്ളത്. വാട്സപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മളതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. മറ്റു സെർച്ച് എഞ്ചിനുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് നമ്മളത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവരത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതരായി. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന വ്യാജ ആപ്പുകളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക. അനാവശ്യമായി നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായി വരുന്ന മെസ്സേജുകളും ലിങ്കുകളും അതിലൊന്നും കയറിയിട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലേക്ക് അശ്ലീലമായ ചില വീഡിയോകളിലേക്കും അങ്ങനെയൊക്കെയുള്ള പോസ്റ്ററുകളിലേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലാതെ, നമ്മൾ SKSFൻ്റെ ആളുകളാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ സുരക്ഷിതരായിരിക്കൽ, സൈബർപരമായി അവബോധം നേടിയിരിക്കൽ ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ SKSFൻ്റെ പ്രവർത്തകരായത് പ്രത്യേകം നിങ്ങളെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൊറോണ കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഊർജ്ജസ്വലത ഇപ്പോഴില്ല എന്നൊക്കെ നിങ്ങളുടെ SKSFൻ്റെ സെക്രട്ടറി തന്നെ ഹാരിസ് ഇന്നലെ എന്നോട് വിളിച്ച് പറയണ്ട. അപ്പോൾ നിങ്ങളൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇത് നമ്മുടെ മദ്രസയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് ഇതിന് മുന്നോട്ട് നീക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഓരോ പ്രദേശത്തും നല്ല നല്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും. ഒരാളെ സഹായിക്കാനും ഒരുപാട് സോഷ്യൽ അതുപോലെയുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് പോലെ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ പഠനത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു ചില പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളൊക്കെ പ്രത്യേകം അനുസരിക്കണം എന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ഒരു കാര്യം കൂടി അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വിളി കേൾക്കാത്ത അവസ്ഥ, അതുപോലെ തന്നെ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് അവർ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ, ഉമ്മയുടെ പൊരുത്തം നേടിക്കഴിഞ്ഞാൽ, ഉപ്പയുടെ പൊരുത്തം നേടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്ക് വഴിയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട ആളുകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ വളരെ വിശാലമായി നമ്മോട് സംസാരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ ഉസ്താദിൻ്റെ സംസാരത്തെക്കുറിച്ചും സൈബർ മേഖലയെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞതുപോലെ കൂടുതലായിട്ട് അറിയാവുന്ന ആളുകൾ ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു നെറ്റാണ്, ഒരു വലയാണ്. നമ്മൾ ഒരാളെ വലാക്കുക എന്നറിയില്ല, സത്യത്തിൽ ഒരാളെ ലോക്കാക്കുന്ന സംഭവം തന്നെയാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവഗാഹമുള്ളവരും പാണ്ഡിത്യമുള്ളവരൊക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തൊക്കെ അറിയാം, ഇതിന് നിങ്ങൾ പറയുന്ന സൊല്യൂഷൻ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായി കിടക്കുന്ന വിഷയമാണ്. അതിനെ ഏത് രീതിയിലും നമുക്ക് വിനിയോഗിക്കാം. നമ്മുടെ കയ്യിൽ ഒരു കത്തി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപകരണം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഒരാളെ നമുക്ക് കീഴ്പ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ വളരെ നന്മക്ക് ഉപയോഗിക്കാവുന്നതും തിന്മക്ക് തിന്മ ഉണ്ടാക്കുന്നതുമായ ഒരു സംവിധാനമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെയൊക്കെ ഒരു കൺട്രോളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പറയുന്നൊരു വാക്കുണ്ട്, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് കുറ്റിയിൽ കെട്ടിട്ട ആട്ടിൻ കുഞ്ഞുങ്ങളെ പോലെയാണ്.
അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര ലോകത്തിൻ്റെ ഏത് സാങ്കേതിക വിദ്യ വന്നാലും നമ്മളൊരു കൺട്രോൾ, ആ കുറ്റിയിലപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഇൻ്റർനെറ്റിൽ നമുക്ക് കാണാം. അൾസേഷൻ പട്ടി ആ കുഞ്ഞിനോട് കുഞ്ഞിനോട് കാണിച്ചത് നമ്മൾ കണ്ട് അല്ലിട്ടു. അപ്പോൾ നമ്മൾ ശരിക്കും എന്താ സംഭവിച്ചിട്ട് നമ്മൾ വേഗം തന്നെ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കും. ഒന്നുമില്ല, ആ കുട്ടീനെ ഒരു ചെരുപ്പെടുത്ത നായക്കുട്ടി കണ്ടുകൂടി. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് ഇത്രയും മാത്രം വളരെ സിമ്പിളായ കുറേ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ നമ്മുടെ വിലപ്പെട്ട സമയം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിനിയോഗിക്കുകയാണ്. കുറേ കോമഡി നമ്മളൊക്കെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ നമ്മളെല്ലാവരും ഈ വലയിൽ കുടിക്കുകയാണ്. ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പണ്ടൊരു ക്ലാസ്സിലൊരു കുട്ടി ഇലക്ട്രിസിറ്റി എന്ന് കുട്ടിക്ക് പറയാറില്ല. എങ്ങനെ പറഞ്ഞാലും ഇലക്ട്രിസിറ്റി എന്നേ കുട്ടി പറയുള്ളൂ. അങ്ങനെ അവസാനം അവിടുത്തെ സാർ എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് രക്ഷിതാവിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് രക്ഷിതാവിനെ കൊണ്ടുവന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മകന് ഇലക്ട്രിസിറ്റി എന്ന് പറയാറില്ല, ഇലക്ട്രിക്കുറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, അത് സാറേ അവർക്കത് പറയാനുള്ള കപ്പാക്കുറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സത്യത്തിൽ ആർക്കാണ് ഇതിന് ചികിത്സ കൊടുക്കേണ്ടത്? നമ്മൾക്കാണ്. നമ്മൾ ഞാനൊരു രക്ഷിതാവാണ്, ഞാനും ഒരു പിതാവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ മനസ്സ് നമ്മൾ പറയുന്നതെല്ലാം ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് അവർ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് നുണ പറയരുത് എന്നിൻ്റെ മോനോട് ഇങ്ങനെ നിരന്തരം പറയാം. ഞാൻ പറയുന്നത് മുഴുവൻ നുണയാണെങ്കിൽ എൻ്റെ മോൻ ഒരിക്കലും സത്യം പറയില്ല. അത് യാഥാർത്ഥ്യമാണ്. എന്നാലും മാതൃകാസമ്പന്നരായ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ അണിനിരന്നവരാണ്. നമ്മളതിന് മാതൃകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മർദാരി ഉസ്താദ് വളരെ വ്യസന സമേതം നമ്മുടെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച്, നമ്മളറിയുന്ന നമ്മുടെയൊക്കെ ദീനി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു പ്രവർത്തകനോട് മഗ്‌രിബ് കൊടുക്കുമ്പോഴും പള്ളിയിൽ വരാത്ത ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിച്ചതാണ്, എന്താ മോനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാത്തെന്ന് ചോദിച്ചപ്പോൾ ജോലിയുടെ തിരക്കാണ്, നിസ്കാരമില്ലാതെ എങ്ങനെയാണ് സമൂഹത്തിന് മുന്നോട്ട് നയിക്കാൻ സാധിക്കുക? ഒരു ഉത്തമ സമുദായത്തിൻ്റെ വക്താക്കളാണെന്ന് നാമെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അതുണ്ടോ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം. SKSSFിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളതിൻ്റെ വിളിയാളുകളായി നിങ്ങൾ ഓടിയെത്തണം. നിങ്ങളായിരിക്കണം നാളെ ഈ സമൂഹത്തിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കേണ്ടവർ നിങ്ങളായിരിക്കണം. നിന്റെ ചെറുപ്പം, നിന്റെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ എൻ്റെ ചെറുപ്പം ഈ ദീനിന് വേണ്ടി ഖിദ്മത്ത് നടത്തിയവരാണ്. ഇവിടെയൊക്കെ ഈ കുന്നും മലകളുമില്ല, ഈ കുന്നും മലകളും എല്ലാം താണ്ടിയിട്ട് ഈ മദ്രസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട ഒരു ജനത ഉണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലായ്മയുടെ കാലത്ത്, പട്ടിണിയുടെ കാലത്ത്. നിങ്ങൾ ചിന്തിച്ചിട്ട് തേക്കാട് പള്ളി എന്ന് പറയുന്നത് എത്ര വർഷക്കാലമായിരുന്നു? ഏകദേശം 60-70 വർഷക്കാലമായിട്ട് പട്ടിണിയുടെയും പരിവർത്തനത്തിൻ്റെയും കാലത്താണ് നമ്മുടെ മഹാന്മാരായ മറാക്കൾ ഈ പള്ളിയും മദ്രസയും സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചത്. നമ്മളൊക്കെ സുഖലോലുപതകളിലാണ്, നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. എല്ലാ ദിവസങ്ങളിലും എന്താഘോഷങ്ങളിലും ആർമാദിക്കാനുള്ള കരുത്തും കഴിവും അന്തസ്സും നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. നമ്മുടെ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു, നമ്മുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹാന്മാരായ സാത്വികരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് ഒരുപാട് വെളിച്ചം നൽകിയവരാണ്. 1921 കലാപത്തിൻ്റെ കലുഷിതമായ രംഗത്ത് നിന്നും ഒന്നുമില്ലായ്മ അവസ്ഥയിൽ നിന്നും ഒരു സമൂഹത്തിനെ പൊക്കിയെടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ കരുത്തോടു കൂടി നിൽക്കുക. എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞ വിഷയത്തെക്കുറിച്ച്, സൈബർ മേഖലയെക്കുറിച്ച് പറ്റാവുന്ന ആളുകൾ 2 മിനിറ്റ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചെലവഴിക്കണം. ആരെങ്കിലുമൊക്കെ വളരെ ധൈര്യസമേതം ഞാൻ സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഉസ്താദ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും കേട്ടാണ്. അപ്പോൾ ഫോണിനെ പറ്റിയിട്ടുള്ള യൂസുകളാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ശരീരത്തിന് ദോഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ യൂസൊക്കെ കുറയ്ക്കല്ലായാലും പിന്നെ പറഞ്ഞ പോലെ എടുക്കാൻ പോകുന്ന നേരത്ത് 5 മിനിറ്റ് മുമ്പ് തന്നെ ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ നോക്കിയാൽ അതിൻ്റെ കുറച്ച് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പോൾ എല്ലാവരും അത്രയൊക്കെ തന്നെ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ,
പ്രിയപ്പെട്ട നമ്മുടെ ട്രെയിനർ സവാദ് മാഫി ഉസ്താദ് നമ്മൾ വളരെയധികം കൃത്യവും വ്യക്തമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്രത്തോളം ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി ഗ്രാമതലങ്ങളിൽ ഈ പദ്ധതി ആവിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ ചാവക്കാട് മേഖലയിലെ ഏറ്റവും ആദ്യം നടക്കുന്ന യൂണിറ്റ് പ്രോഗ്രാമാണ് നമ്മുടെ തേക്കാട് യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് മുന്നോട്ട് വന്ന ഈ യൂണിറ്റ് ഭാരവാഹികൾക്ക് ഒത്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞ വാക്കുകളിൽ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ പൊതുസമൂഹം ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരിടമായി ഇന്ന് സൈബർ ലോകം മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ്. അതുകൊണ്ട് തന്നെ സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത് അതൊരു മാരകമായ രോഗമാണ്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്ന ഒരു സമൂഹത്തെ നമ്മൾ നോക്കി അവർക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മേലെ പോകുന്നൊരു വലിയ മാരകമായ രോഗമായി സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. അപ്പം അതിനെ ക്രിയാത്മകമായി ആ മേഖലയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നിപ്പോൾ ഉസ്താദോട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേട്ട നമ്മളാണ് അത് പാലിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കപ്പെടാത്ത ഒരു നിമിഷം വന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെ നശിച്ചു പോകാൻ കാരണമാകുന്ന ഒരു വലിയൊരു സോഴ്സായി ഇന്ന് സൈബർ ഇടം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏത് രൂപത്തിലാവണമെന്ന് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനമാണ്. എന്തൊക്കെ കാണണം, എന്തൊക്കെ കാണാൻ പാടില്ല എന്ന ഒരു വേർതിരിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ മാരകമായ ഒരു രോഗത്തിന്, മാനസികമായ രോഗത്തിന് അടിമയായി ജീവിതം നശിച്ചു പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. അപ്പം അതിൻ്റെ കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഇത്തരത്തിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മൾ തുടരും. നമ്മുടെ SKSFന്റെ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് തന്നെ ഈ സൈബർ അഡിക്ഷനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ പുലർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലാസ് വളരെ നന്നായിരുന്നു. പിന്നെ പുസ്തകം കുറെ ദോഷങ്ങളും പറഞ്ഞത്, പിന്നെ കിടക്കും മുന്നേ 15 മിനിറ്റ് ഫോൺ എടുക്കാൻ പറഞ്ഞു. അത് നല്ല ക്ലാസ്സായിരുന്നു. എന്തായാലും കുറച്ചധികം ഭാഗങ്ങൾ ഞാൻ കേട്ടിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ നമ്മളെല്ലാവരും അനുസരിക്കാൻ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉസ്താദ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് ക്ലിപ്പുകൾ നമ്മുടെ ഈ സൈബറിൻ്റെ സുരക്ഷയെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കേൾക്കുക എന്നല്ലാതെ നമ്മളതൊന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്താറില്ല. നാളെ നമുക്ക് എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചു പോകാം. ഇപ്പോൾ മൊബൈലിൽ നമ്മൾ അഡിക്റ്റഡാണ്, എല്ലാ അർത്ഥത്തിലും നമ്മൾ അഡിക്റ്റഡാണ്. ഞാനടക്കം എല്ലാവരും അഡിക്റ്റഡാണ്. ഇതുപോലെ ഉസ്താദ് പറഞ്ഞൊരു നിസ്സാരമായിട്ടുള്ള കാര്യം ഇപ്പോൾ സിനാനും അതുപോലെ തന്നെ ഷാഫിയൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ 5 മിനിറ്റ് അല്ല 15 മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വെക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. കാരണം സാർ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റ് വരെ നമ്മുടെ മൈൻഡിൽ എന്താണോ അത് നമ്മുടെ ബോധ മനസ്സ് ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് നമ്മൾ പിന്നീട് അതിനെ നമ്മൾ പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പതുക്കെ നമുക്ക് ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അത് ജീവിതത്തിൽ പകർത്താൻ പറ്റട്ടെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ വന്നതിൻ്റെ പേരിലാണോ എന്താണെന്നറിയില്ല. ഞാൻ പണ്ട് കാലത്തൊക്കെ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ ഉമ്മാടപ്പാടും ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദന്മാരോട് ചോദിക്കും, ടീച്ചർമാരോട് ചോദിക്കും, ഇങ്ങനെ ചെയ്യണോ, ഇതിൻ്റെ മസാല എന്താണ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെന്താണ് സംഭവം എന്നൊക്കെ. അപ്പം നമ്മൾ ആദ്യം നോക്കുക യൂട്യൂബിലാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് അറിയാൻ പറ്റും.
അതിൻ്റെ ഒരു തെറ്റല്ല ഞാൻ പറയുന്നത്. പക്ഷെ തീരുമാനം എടുക്കാനുള്ള കഴിവ് പോലും നമ്മൾ സൈബറിന് വിട്ടുകൊടുത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു ഇത് മാറി മൊബൈൽ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഈ കൂടിയിരിക്കുന്നവരിൽ ഒരാളെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് വലിയൊരു ഹൈറായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ഒരാളോടാണ് നമ്മളിത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉസ്താദന്മാരുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉസ്താദന്മാരോട് ചോദിക്കും, ഉസ്താദ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്, നമുക്ക് ചെയ്യാം. ഇതിങ്ങനെയാണ്, അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മദ്രസയുമായിട്ടും പള്ളിയുമായിട്ടും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. സംഭവം നമ്മളെല്ലാം അടിച്ചുപൊളി ഉണ്ടാവും, നമ്മൾ എല്ലാ രീതിയിലും ഉണ്ടാവും. പക്ഷെ ഇതേപോലെ തന്നെ ഉസ്താദന്മാരായിട്ടുള്ള ഒരു ലിങ്ക് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ മദ്രസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉസ്താദന്മാരായിട്ടുള്ള ലിങ്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകണം. കാരണം ഉസ്താദിനെ കാണുമ്പോൾ ആ അവസ്ഥ വരുന്നുണ്ട്, നമുക്ക് ഇതേ മാറി നടക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സംസ്ഥയുടെ SKSSF ആണെങ്കിലും നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും ഒക്കെ എന്താ പറയുക, ഇത് നമ്മളീ ഉസ്താദും നമ്മുടെ മക്കളുടെ റിലേഷൻ എന്നും കീപ്പ് ചെയ്യാനുള്ളൊരു രീതിയിലാണ് നമ്മളിതിനെ സമസ്ത വളർത്തിയെടുക്കുന്നത്. പക്ഷെ നമ്മളവിടെയൊക്കെ പാളിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. എന്തായാലും ഇതിലൂടെ നമുക്കൊരു ചെറിയ മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റത്തിന് തുടക്കമാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇത്രയാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയിൽ ഈ അവസരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വഴി കാണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇനിയെങ്കിലും മക്കളുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബോധവൽക്കരണ സമയമാണുള്ളത്. കാരണം എന്താ വെച്ചാൽ മക്കൾ നമ്മൾ പറയുന്നൊരവസ്ഥയിലേക്ക് വരാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മക്കളെ ഉസ്താദ് പറഞ്ഞ ആ വചനങ്ങൾ നമ്മൾ കേട്ട് നമ്മൾ 15 മിനിറ്റെങ്കിലും നമ്മുടെ മൊബൈൽ എടുത്ത് മാറ്റിയിട്ട് മാതാപിതാക്കൾ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും നാളെ മക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ കിട്ടാത്തൊരു വിഷമം മക്കളുണ്ടായിരിക്കും. അത് ഓരോ രക്ഷിതാവിൻ്റെയും മാനസിക വിഷമങ്ങൾ കണക്കിലെടുത്ത് എല്ലാവരും ഉസ്താദിൻ്റെ വചനങ്ങൾ വളരെയധികം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതം വളരെയധികം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഈ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ അതാപങ്ങളും നമ്മുടെ മുസ്ലിം ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിയുന്നതും ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക, അല്ലാത്ത എടുത്തു വെക്കുക, രക്ഷിതാക്കളനുസരിച്ച് ജീവിക്കുക. അല്ലാഹു നന്മകൾ നേരട്ടെ. ഇവിടെ നമ്മൾ ഈ സദസ്സിൽ കൂടിയ എല്ലാവരും കൂടി പറഞ്ഞ പറയുന്നതാണ് ഈ മൊബൈൽ എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അതായത് നമ്മൾ കഴിക്കുന്ന ഒരു സാധനം തേൻ, അത് അമൃതം, അതായത് അമൃതം എന്ന് പറയുന്നത് അധികമായ വിഷമുള്ള ഒരു സാധനം എന്നതുപോലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ മാത്രമാണ് മൊബൈൽ ഉപയോഗിക്കാം. നമുക്ക് വാട്സപ്പിലെ ഒരു കാര്യം ഇന്ന് ലോകത്തൊട്ടാക്കി എൻ്റെ പെൺകുട്ടി ഞാൻ വിസിറ്റ് അയച്ചപ്പോൾ ഞാൻ ആ നമ്പർ പറഞ്ഞു അവളത് അടിച്ചെടുത്തു. അതുപോലെ തന്നെ പല ഉപകാരങ്ങളും ഈ ഫോണുകൊണ്ട് നമുക്കുണ്ട്. പക്ഷേ ഇതിൽ ആവശ്യമില്ലാത്ത ഗ്രൂപ്പ്, അതായത് ലഹരി പദാർത്ഥത്തിൻ്റെ ഈ അടിമയായ പോലെ തന്നെ പലതരം ഡാൻസുകൾ, പലതരം ഈ BTS, അതിനാദ്യം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള കേടുകളുണ്ട്. ഒരു മുസ്ലിം വയലിൻ്റെ കാര്യമായിട്ട് അത് യൂട്യൂബിൽ ഇങ്ങനെ കേൾവി എന്നതുപോലെ പലതും കേൾവി വന്ന് കുട്ടികൾ ഇങ്ങനെ നാശമായിട്ടുണ്ട്. അപ്പോൾ ആയിക്കൊണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇതിൻ്റെ അടിമയായിട്ട് നമ്മൾ അതിലേക്ക് വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഈ സദസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഭൂമിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും.
ഇന്നലെ കുറച്ച് വൈകിട്ടാണ് ഈ പരിപാടി എന്നോട് പറയുന്നത്. അവരുടെ മിസ്റ്റേക്ക് അല്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ കുറച്ചെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചതും അൽഹംദുലില്ലാ. ഞാൻ ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ പല പോരായ്മകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് അത്രേ ആവശ്യമുള്ളൂ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വല്ലതും ഉപകാരപ്പെട്ടു എങ്കിൽ ജീവിതത്തിൽ അതുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ആഖിറു ദഅവാതി അൽഹംദുലില്ലാ. നിങ്ങളോടൊക്കെ സമ്മതം ചോദിച്ച് പോവാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റബിയാൻഡോർ നമ്മുടെ CMC ക്ലസ്റ്ററും CMC സംഘടിപ്പിച്ച് നടത്തിയ റബിയാൻഡോറിൻ്റെ സമ്മാനമാണ്. ഇത് കുറച്ച് വൈകി. എല്ലാവരും ഇതുപോലെ കിട്ടാൻ നമുക്ക് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും ഇതുപോലെ കിട്ടിയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്താണ്. അൽഹംദുലില്ലാ എങ്ങനെയെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റി ഇൻഷാ അല്ലാഹ്. അപ്പോൾ പേര് വിളിക്കുന്നവർ വന്നിട്ട് സമ്മാനം മേടിക്കുക ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് മിസ്ഹബ്, അജ്മൽ, അഫാൻ, അദ്നാൻ ഷാഫി, മുഹമ്മദ് റയാൻ, മുഹമ്മദ് അമീൻ, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് ഫായിസ്, മുഹമ്മദ് സിനാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ റഹ്മാനെ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂടി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർ, സഹായിച്ചവർ, സാമ്പത്തികമായി ഈ യൂണിറ്റ് പ്രസ്ഥാനത്തെ സഹായിച്ച പല ആളുകളുമുണ്ട്. എല്ലാവരുടെയും മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു മനസ്സിലാക്കി കൊടുക്കട്ടെ. മുഴുവൻ പ്രയാസങ്ങളും മജ്‌ലിസിൻ്റെ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൻ്റെയും നമ്മൾ ഈ സദസ്സിൻ്റെ ഇൽമിൻ്റെ സദസ്സിൻ്റെയും ഒക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഒഴിവാക്കി കൊടുക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, മാരകമായ അസുഖങ്ങളിൽ നിന്നും, വൈറസുകളിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, നാടിന്, മഹല്ലത്തിന് എല്ലാം ഉപകാരമുള്ള ജീവിതമായി, ഉപകാരമുള്ളവരായി അല്ലാഹു നമ്മളെ മാറ്റുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. നന്ദി പറയുന്നതിന് വേണ്ടി യൂണിറ്റിൻ്റെ പ്രഗത്ഭനായ സെക്രട്ടറി ആമിർ അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ക്ലാസ് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറയുകയാണ്, പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്. കസാര നിർത്താൻ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് പേര് വന്നു. അതുപോലെ തന്നെ ഷാഹുൽ അബീദ് ഉസ്താദ് നമ്മളോട് ഇന്നലെ കുട്ടികളെ വിളിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ രാവിലെ മുതൽ ഉസ്താദ് വന്നു. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുത്തുന്ന സവാദ് റഫി ഉസ്താദ്, എല്ലാവർക്കും SKSF തൈക്കാട് യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് 3 സ്വലാത്തോടുകൂടി പരിപാടി വിളിച്ചുകൊടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലിഹി വസല്ലം.